പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മോട് ഇടപെടേണ്ടതിന് ഹൃദയങ്ങൾ ദൈവത്തിങ്കിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്കെല്ലാവർക്കും അല്പം മിനിറ്റുകൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. എല്ലാ നാവിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഒരധരം പോലും പൂട്ടിയിരിക്കാതെ, ഒരു നാവ് പോലും അടഞ്ഞിരിക്കാതെ ആ വലത് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഒരു ദൈവപ്രവർത്തിക്കായി കൊതിക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ഇടപെടണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവർ എല്ലാവരും ആ വലത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവസ്ഥലിൽ സ്തോത്രം ചെയ്ത്, പോരാ ഇവിടെ ഇരിക്കുന്നവർ എത്ര പേരുണ്ടെന്നും ആൾക്കൂട്ടത്തിൻ്റെ വലിപ്പവുമല്ല, അനുഗ്രഹീതരായ ഒരുപറ്റം ദൈവഭൃത്യന്മാർ വളരെ പ്രാർത്ഥനയോടുകൂടെ ക്രമീകരിച്ച യോഗത്തിലാണ് നാം ദൈവസന്നിധിയിൽ ഇരിക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവ് തന്നെ ഇന്ന് രാത്രി ഇടപെടേണ്ടതിന് നമുക്കെല്ലാവർക്കും ദൈവത്തോട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി 9 മണി കഴിഞ്ഞ് യോഗം അവസാനിപ്പിക്കുമ്പോൾ സ്വർഗം ചില വ്യക്തികളെ വിടുവിച്ചെടുക്കേണ്ടതിന്, പാതാള ശക്തികൾ ബന്ധിച്ചൊതുക്കിയിരിക്കുന്ന ചില ആത്മാക്കളുടെ കടുങ്കെട്ടുകൾ ദൈവശക്തിയുടെ വ്യാപാരത്താൽ അഴിഞ്ഞു മാറേണ്ടതിന്, അഭിഷേകത്തിൻ്റെ ചൈതന്യം അകത്തനുഭവിക്കുന്ന ദൈവമക്കൾ ആത്മബലത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഈ ഓഡിറ്റോറിയത്തിന് മീതെ സ്വർഗം തുറന്നു നിൽക്കുകയാണ്. ദൂതന്മാരിന്നിവിടെ കുനിഞ്ഞു നോക്കുന്ന രാത്രിയാണ്. വാഗ്ദത്തത്തിനെതിരെ, ദൈവപ്രവർത്തിക്കെതിരെ ഇരുളിൻ്റെ അധികാരങ്ങൾ ഒരുക്കുന്ന ബന്ധനങ്ങളെ ക്രൂശിലെ രക്തത്തിൻ്റെ ശക്തി അഴിച്ചു മാറ്റുന്ന രാത്രിയാകേണ്ടതിന് ആത്മനിയോഗം പ്രാപിച്ച ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ശബ്ദമുയർത്തി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. കഴിയുമെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിലെ കരമുയർത്തി യേശുവേ എന്ന് ഒന്ന് ശബ്ദമുയർത്തി വിളിക്കാമോ? ശബ്ദമുയരട്ടെ. പല പ്രിയപ്പെട്ടവർക്കും പൈശാചികമായ അടിച്ചമർത്തൽ പോലെ ആ പദം വാ തുറന്ന് പറയാൻ പ്രാഗൽഭ്യമില്ലാതിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ആശ്രയിക്കുന്ന ദൈവമക്കൾ ഒന്നിച്ച കരങ്ങൾ ഉയർത്തി അടുത്ത് ഇരിക്കുന്നവരുടെ ചെവിയിൽ മുഴങ്ങത്തക്ക വിധം ആശ്രയത്തിൻ്റെ ശബ്ദമായ കരങ്ങൾ ഉയർത്തി യേശുവേ എന്നൊന്ന് പറയാൻ നിങ്ങളുടെ നാവുകൾ ചലിക്കുമെങ്കിൽ അഭിമാനത്തോടെ സ്തോത്രം ചെയ്തുകൊണ്ട് എല്ലാ നാവുകളിൽ നിന്നും യേശുവേ എന്നുള്ള ശബ്ദമുയരട്ടെ. ഇരമ്പി മറയുന്ന കടൽ തിരമാലകളുടെ കൈക്കുമ്പടിൽ ആടി ഉലയുന്ന പടകിൽ നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ച വേളയിൽ ഒറ്റ വാക്കിൽ പ്രകൃതിയെ നിലയ്ക്ക് നിർത്തി അവൻ ഇന്ന് രാത്രി ഇതിന് നടുവിൽ തേജസ് ഉടുത്തുകൊണ്ട് ഇറങ്ങി വന്നിരിക്കുന്ന കാഴ്ച ആത്മകണ്ണുകൾ കൊണ്ട് കാണുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് പറയുന്നത് അനുഗ്രഹമാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കളുടെ നാവ് ചലിക്കട്ടെ. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തവൻ്റെ നാമത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം ദയിപ്പിച്ച് അവയെ കാൽവറിയിൽ പരാജയപ്പെടുത്തിയവൻ്റെ നാമത്തിൽ സിംഹത്തിന്മേലും അണലിമേലും ചവിട്ടി ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മെതിച്ചു കളയുന്നവൻ്റെ നാമത്തിൽ തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും സ്വർഗം കീറി ഇറങ്ങി വരുന്ന ദൈവപുത്രൻ്റെ കരത്താൽ ഒരു അസാധാരണ ദൈവപ്രവൃത്തി ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെട്ടു വരേണ്ടതിന് ഈ ശുശ്രൂഷകളെ പ്രാർത്ഥിച്ച ദൈവകരങ്ങളിൽ കൈമാറുകയാണ്. പരിശുദ്ധാത്മാവ് ചില രോഗികളെ ഈ രാത്രി തൊടട്ടെ. നാളെ നടത്താൻ ഇരുട്ടിൻ്റെ ശക്തികൾ ചില ശരീരങ്ങളുടെ മേൽ വരുത്തി വച്ചിരിക്കുന്ന മാരക ബന്ധനങ്ങൾ ക്രൂശിൻ്റെ ശക്തിയാൽ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. ദൈവാത്മാവത് ചെയ്യുവാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. കരങ്ങളിൽ ആ പുസ്തകം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് മഹത്വം അർപ്പിച്ചാട്ടെ. എല്ലാവരും കൂടെ ഒരിക്കൽ കൂടെ തലയ്ക്ക് മുകളിൽ ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് വേദപുസ്തകം കരങ്ങളിൽ നിന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് മഹത്വം അർപ്പിച്ചാട്ടെ. ഈ വചനത്തിനായി സ്തോത്രമെന്ന് പറയാൻ നാവുകൾ ചലിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. നമുക്ക് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ ശബ്ദം ഉയർത്തി വായിച്ച് സഹായിക്കാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിച്ചാട്ടെ. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ചു 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുമ്പോഴും ചങ്ങലയിട്ടു. കരങ്ങളൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി
ആരാധന ആത്മനിയോഗം പ്രാപിച്ച ദൈവമക്കൾക്ക് അപമാനമല്ല, അവർക്കത് അഭിമാനമാണ്. നാം ഇന്ന് രാത്രി ഉയർത്തുന്ന സ്തോത്രഗീതങ്ങൾക്ക് മുകളിൽ മഹാദൈവത്തിൻ്റെ തിരുസാന്നിധ്യം ഇറങ്ങി വരും എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് വാപൂട്ടി മൗനമായി അനങ്ങാമ്പാറ നയത്തിലിരിക്കാൻ പറ്റില്ല. ആരാധന ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ആത്മീയ സ്വാതന്ത്ര്യമാണ്. ഇന്ന് രാത്രി വെളിപ്പാട് പുസ്തകത്തിലെ ഏറെ പ്രസക്തമായ ഒരു വേദഭാഗം, വിശുദ്ധ തിരുവെഴുത്തിലെ ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്കൊന്നുമല്ല ഞാൻ കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്ന് ആത്മലോകവും യേശുവിൻ്റെ വിജയവും എന്ന വസ്തുത അല്പ മിനിറ്റുകൾ പങ്കുവെച്ച് ഉപസംഹരിപ്പാനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ ദൈവനിയോഗത്താൽ നിൽക്കുന്നത്. ആത്മലോകവും യേശുവിൻ്റെ വിജയവും. സ്തോത്രം. കരങ്ങളൊന്ന് ഉയർത്തി പറയാമോ? ആത്മലോകവും യേശുവിൻ്റെ വിജയവും. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ തിരുവെഴുത്തിന് മുൻപിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഈ വചനം നമ്മോട് വ്യക്തിപരമായി സംസാരിക്കുന്ന കണ്ണാടിയാണ്. ഈ രാത്രി കണ്ണാടി നമ്മുടെ ആളത്വങ്ങൾക്ക് നേരെ പരിശുദ്ധാത്മാവ് പിടിക്കുകയാണ്. കണ്ണാടി നമ്മുടെ മുഖത്ത് ചെളിയിരിക്കുന്നെങ്കിൽ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും കഴുകിക്കളയാൻ. കണ്ണാടി നമ്മോട് പറയുമ്പോൾ കണ്ണാടിയെ ക്രൂദ്ധിച്ചിടിച്ചിട്ട് കാര്യമില്ല. കണ്ണാടി പറയുന്നത് അനുസരിക്കുന്നതാണ് നമുക്ക് നല്ലത്. അങ്ങനെയാണെങ്കിൽ ബാഹ്യ രൂപത്തിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ കണ്ണാടിക്ക് കഴിയുമെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ ബലഹീനത ചൂണ്ടിക്കാണിക്കുന്ന കണ്ണാടിയാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ജീവൻ്റെ വചനം. നമ്മളിൽ ഒക്കെയും വ്യാപരിക്കുന്ന രണ്ട് ജന്മപ്രകൃതികളുണ്ട്. ഒന്ന് പൈശാചിക സ്വാധീനത്താൽ ഉള്ള സാത്താന്യ പിന്തുടർച്ചയുടെ ഒരു ജനിതക ജന്മപ്രകൃതി, അത് പൈശാചിക വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ്. രണ്ട്, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മുഖാന്തരം നമുക്ക് ലഭിച്ച ഒരു ആത്മീയ ജന്മപ്രകൃതി, അത് വീണ്ടും ജനിച്ച ദൈവമക്കളുടെ പദവിയാണ്. പൈശാചിക ജന്മപ്രകൃതി വേറെ, ആത്മീയ ജന്മപ്രകൃതി വേറെ. സ്തോത്രം. ജന്മപ്രകൃതി എന്ന് പറയുന്നത് സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. നമുക്കറിയാം, ഒരു പന്നി ചെളിയിൽ വീണാൽ ഉടമസ്ഥൻ ചെന്ന് ഒലക്ക പോലുള്ള തടി കൊണ്ട് അതിൻ്റെ മുകളിലിട്ട് തല്ലിയാൽ അത് നീർക്കാങ്കുഴി ഇടുകയും തലകുത്തി മറിയുകയും ചെയ്യുന്നതല്ലാതെ കരയ്ക്ക് കയറാൻ കൊതിക്കുകയില്ല. എന്നാൽ അബദ്ധത്തിൽ ഒരാടിൻ്റെ ദേഹത്ത് ചെളി പറ്റിപ്പോയാൽ അത് കരയ്ക്കോട്ട് ഓടിക്കയറി പോച്ചപ്പുറത്തോട്ട് ദേഹം ഉരച്ച് അസ്വസ്ഥമായി നിൽക്കുന്നത് കാണാം. പറ്റിപ്പോയല്ലോ എന്നതാണ് ആ ഭാവത്തിൻ്റേത്. ഒന്ന് ചെളിയോട് രമിക്കാൻ ആഗ്രഹിക്കുന്നു, മറ്റൊന്ന് ചെളിയെ വെറുക്കാൻ താല്പര്യപ്പെടുന്നു. ഇത് രണ്ടും ജന്മപ്രകൃതിയാണ്. കുരങ്ങിനെ മരം കയറ്റാൻ ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല. സ്തോത്രം. 5 താറാവ് മുട്ടയും 5 കോഴിമുട്ടയും ഒരുമിച്ച് ഒരു കോഴിയുടെ കീഴിൽ വെച്ച് അടവച്ച് വിരിച്ചതിന് ശേഷം ആറ്റുതീരത്ത് കൊണ്ടുവിട്ടാൽ 5 കോഴിക്കുഞ്ഞുങ്ങൾ കരയിലേക്ക് ഓടിക്കയറുകയും 5 താറാവൻ കുഞ്ഞുങ്ങൾ വെള്ളത്തിലോട്ട് നീന്താൻ ഇറങ്ങുകയും ചെയ്യുന്നത് അത് അതിൻ്റെ ജന്മപ്രകൃതിയാണ്. അങ്ങനെയാണെങ്കിൽ ആത്മീയന് ഒരു ജന്മപ്രകൃതിയുണ്ട്. അസാധാരണമായി വിശുദ്ധിയോട് ഒരു അസാധാരണ ബന്ധം, ഈ മണ്ണിനേക്കാൾ വിണ്ണിനോടുള്ള കൊതി, പൈശാചിക ശക്തികളോടുള്ള കനത്ത യുദ്ധം. ഇന്ന് രാത്രി പ്രസംഗവേദിയിൽ ഇരിക്കുന്നെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ കോൺവെർസേഷന് മനസ്സ് തുറന്നിട്ടുള്ള ദൈവമക്കളുടെ ഇരിപ്പ് കണ്ടാൽ അറിയാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയാം, നമ്മുടെ കയ്യിൽ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, ഇതിൽ ഏത് സിം കാർഡാണോ ഉപയോഗിച്ചിരിക്കുന്നത്, ആ സിം കാർഡിൻ്റെ ടവർ ലൊക്കേഷൻ അകത്താണെങ്കിൽ ആ സന്ദേശങ്ങൾ സ്വീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇന്ന് രാത്രി എത്ര വലിയ തിരക്കിനകത്താണെങ്കിലും പരിശുദ്ധാത്മാവാകുന്ന ദൈവപുത്രൻ്റെ കരത്തിൻ്റെ സ്വാധീന വലയത്തിൽ ദൈവാത്മാവിൻ്റെ ആ റേഞ്ചിനകത്താണ് ഇരിക്കുന്നതെങ്കിൽ ആത്മാവിൻ്റെ ആലോചന നിന്നിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കും. അത് പൈശാചിക ശക്തികളുടെ റേഞ്ചിനകത്താണെങ്കിൽ സാത്താൻ്റെ ആലോചന നിന്നിലേക്ക് വ്യാപരിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഇന്ന് രാത്രി ഒരാൾ ഇതിനകത്ത് എത്തിയിട്ടുണ്ട്. പൈശാചികമായ സകല ബന്ധനങ്ങളെയും തകർത്ത് നിന്നെ വിടുവിപ്പാൻ കഴിവുള്ള കർത്താവിൻ്റെ കരം ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ചലിക്കുന്നുണ്ട്. ഇന്ന് രാത്രി നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കണം. പൈശാചിക റേഞ്ചിനകത്തല്ലെനിക്കിന്ന് രാത്രിയിൽ ഇരിക്കേണ്ടത്. ദൈവാത്മാവിൻ്റെ മകൻ എന്ന നിലയിൽ ദൈവപുത്രൻ്റെ റേഞ്ചിനകത്തിരുന്ന് ആത്മാവിൻ്റെ ആലോചന കേൾക്കാൻ എൻ്റെ ഹൃദയപാത്രത്തെ ഒരുക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ തയ്യാറാകട്ടെ. സ്വർഗം ഇന്ന് രാത്രി പ്രവർത്തിക്കാൻ എഴുന്നേൽക്കുന്ന രാത്രിയാണ്. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ.
ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറെ ഗൗരവമേറിയ യോഹന്നാൻ എഴുതിയ വെളിപ്പാട് പുസ്തകം. സാധാരണക്കാരനല്ല യോഹന്നാൻ. യോഹന്നാൻ സാധാരണക്കാരനല്ല. യോഹന്നാനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. 31,173 വാക്യങ്ങളുള്ള ഈ വിശുദ്ധ വേദപുസ്തകത്തെ പഴയ നിയമം എന്നും പുതിയ നിയമം എന്നും രണ്ടായി തിരിക്കുമ്പോൾ ഇതിൽ 3 വിഭജനങ്ങൾ ഓരോ ഭാഗത്തിലുമുണ്ട്. ഒന്ന് ചരിത്രം, മറ്റൊന്ന് ഉപദേശം, വേറൊന്ന് പ്രവചനം. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, പ്രവർത്തികളുടെ പുസ്തകം, ഈ 5 പുസ്തകങ്ങൾ ചരിത്ര പുസ്തകങ്ങളാണ്. റോമാ ലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെയുള്ള 21 ലേഖനങ്ങൾ ഉപദേശ ഗ്രന്ഥങ്ങളാണ്. അവസാനത്തെ ഏക പ്രവചന ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകം പ്രവചനമാണ്. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിന് 3 ഉൾപ്പിരിവുകൾ, 3 അടരുകളുണ്ട്. 1 ചരിത്രം, 2 പ്രവചനം, 3 ഉപദേശം. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു: 1 ചരിത്രം, 2 ഉപദേശം, 3 പ്രവചനം. അങ്ങനെ ഇരിക്കെ മത്തായി ചരിത്രം എഴുതി, പക്ഷേ ഉപദേശം എഴുതിയില്ല, പ്രവചനം എഴുതിയില്ല. പത്രോസ് ഉപദേശം എഴുതി, പക്ഷേ ചരിത്രം എഴുതിയില്ല, പ്രവചനം എഴുതിയില്ല. അങ്ങനെയാണെങ്കിൽ ചിലർ ചരിത്രം എഴുതി, ചിലർ ഉപദേശം എഴുതി, ചിലർ പ്രവചനം എഴുതി. അങ്ങനെ ഇരിക്കെ ഒരേ തൂലിക കൊണ്ടെന്നതുപോലെ ചരിത്രത്തിലേക്കും പ്രവചനത്തിലേക്കും ഉപദേശത്തിലേക്കും കടന്നു കയറി വ്യക്തിമുദ്ര പതിപ്പിച്ച ഒറ്റ എഴുത്തുകാരനെ പുതിയ നിയമത്തിനുള്ളൂ. അത് യേശുവിൻ്റെ മാറോട് ചാരിയ യോഹന്നാനാണ്. മാറോട് ചാരാൻ തയ്യാറുണ്ടെങ്കിൽ ഇതുവരെ പ്രാപിക്കാത്ത വെളിപ്പാടുകൾ നിന്റെ ഹൃദയത്തിലേക്ക് പകരാൻ എൻ്റെ കർത്താവിൻ്റെ കരം ഏത് സമയത്തും നിനക്കായി ചലിക്കും. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ ചരിത്രം എഴുതി, യോഹന്നാൻ്റെ സുവിശേഷം. യോഹന്നാൻ ഉപദേശം എഴുതി, 1, 2, 3 യോഹന്നാൻ. യോഹന്നാൻ പ്രവചനം എഴുതി, വെളിപ്പാട് പുസ്തകം. സ്തോത്രം. യോഹന്നാൻ സാധാരണക്കാരനല്ല. യോഹന്നാൻ യേശുവിൻ്റെ മാറോട് ചാരിയവനാണ്. മാറോട് ചാരുക എന്ന് പറഞ്ഞാൽ അസാധാരണമായ ആത്മബന്ധമാണ് ഈ മാറോട് ചാരലിൻ്റെ പുറകിലുള്ളത്. തന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ കരം മേശപ്പുറത്തുണ്ട് എന്ന് യേശു പറഞ്ഞപ്പോൾ പത്രോസ് പോലും ആംഗ്യം കാട്ടിയിട്ട് അതാരാണ് എന്ന് ചോദിക്കേണ്ടതിന് യോഹന്നാനോടാണ് പറയുന്നത്. മാത്രമല്ല, അത്രമാത്രം ആത്മബന്ധവും ഇഴയടുപ്പവുമാണ് ഇവർ തമ്മിൽ ഉള്ളത്. എല്ലാവരും ഭയപ്പെട്ട് ഓടിപ്പോകുമ്പോൾ പ്രതിസന്ധിയുടെ മുൻപിൽ ആരാണ് കൂടെയുള്ളത് എന്നുള്ളതാണ് ആത്മബന്ധത്തിൻ്റെ തെളിവ്. ഇതാ ക്രൂശിൻ്റെ ചുവട്ടിൽ 3 പേർ നിൽക്കുന്നു. അതിൽ ഒരുവൻ ഈ മാറോട് ചാരിയ യോഹന്നാനാണ്. സ്വന്തം പെറ്റമ്മയുടെ ഉത്തരവാദിത്വം ഒന്ന് ഏൽപ്പിക്കണമെങ്കിൽ അത് വല്ലാത്ത ആത്മബന്ധമുള്ളവർക്ക് മാത്രമേ പറ്റുകയുള്ളൂ. അവസാനമായി ക്രൂശിൻ്റെ ചുവട്ടിൽ വെച്ച് യേശു തൻ്റെ അമ്മയെ പരമേൽപ്പിച്ചത് ഈ യോഹന്നാനെയാണ്. ഭാവികാല ദൈവിക വെളിപ്പാടുകളുടെ പ്രവചന മർമ്മ ശൃംഖലകൾ മുഴുവൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഒരുവനെ വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ അവിടെയും കർത്താവ് തിരഞ്ഞെടുത്തത് ഈ വെളിപ്പാടുകാരൻ യോഹന്നാനാണ്. 9,200 അടി പൊക്കമുള്ള മഞ്ഞു പെയ്യുന്ന ഹർമോൻ പർവ്വതത്തിൽ ഒരലക്കുകാരനും അലക്കിയാൽ വെളുക്കാത്ത വിധത്തിൽ മഹത്വം വെളിപ്പെടേണ്ട സമയമായപ്പോൾ 3 പേരിൽ ഒരുവനായി കൊണ്ടുപോയത് ഈ യോഹന്നാനെയാണ്. അവരിൽ ഒരുവർ ഒരിക്കൽ പറഞ്ഞു, ഞങ്ങൾ അവൻ്റെ ശക്തിയും പ്രത്യക്ഷതയും അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ യോഹന്നാൻ ആത്മലോകത്തെക്കുറിച്ച് പറയുന്ന ഏറ്റവും ശ്രദ്ധേയമായൊരു പരാമർശനം വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തതും നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തതും നമ്മുടെ മാംസദൃഷ്ടികൾ കളന്ന് കുറിക്കാൻ കഴിയാത്തതുമായ ഒരാത്മലോകം ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഞാനീ പറഞ്ഞിട്ടും നിങ്ങൾക്ക് പലർക്കും ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇന്ന് രാത്രി നമ്മൾ ഒറ്റയ്ക്കല്ല ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ പുറകിൽ ദൈവ സാന്നിധ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ചെട്ടിക്കച്ചവടത്തിൽ നഷ്ടം വന്ന പരുവത്തിൽ താടിക്ക് കയ്യും താങ്ങി സൂചി വിഴുങ്ങിയതുപോലെ ഇരിക്കാൻ ഒരാത്മീകന് സാധ്യമല്ല. ഇവിടെ ഇരിക്കുന്ന നീയും ഞാനും ഒറ്റയല്ല. ഇതിനും ഇതേ വെളിപ്പെട്ട് നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തെ നമുക്കൊന്ന് ആത്മാവിൽ കാണാൻ കഴിയണം. എവിടാണ് നമ്മൾ വന്നിരിക്കുന്നത്? ഒരു കേവലം ഓഡിറ്റോറിയത്തിനകത്ത്
അതിനകത്തല്ല നമ്മൾ ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, പിന്നെയോ സിയോൻ പർവ്വതത്തിനും അനേകായിരം കോടി വിശുദ്ധ ദൂതന്മാരുടെ, എന്നോടൊപ്പം അറിയാവുന്ന ദൈവമക്കൾ ചേർന്നെന്ന് പറയാമോ? എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ശ്രദ്ധേയമായ വാക്കുകൾ എടുത്താൽ നമുക്കിന്ന് രാത്രി അലസമായിരിക്കാൻ കഴിയുകയില്ല. പിന്നെയോ സിയോൻ പർവ്വതത്തിനും അനേകായിരം കോടി വിശുദ്ധ ദൂതന്മാരുടെ സംഘത്തിനും സ്വർഗത്തിൽ പേര് ചാർത്തപ്പെട്ട ആദ്യജാതന്മാരുടെ സഭയ്ക്കും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും സകലരുടെയും അധിപതിയായ കർത്താവിനും, അതെ ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, ഞാൻ ഒറ്റയ്ക്കല്ല ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ ചുറ്റും ആത്മലോകം സജ്ജമായി നിൽക്കുകയാണ്. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ഇരുന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ആത്മലോകം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. അല്ലാത്ത ജഡീകൻ കണ്ണടച്ചിരുന്ന ആലസ്യത്തിലായിരിക്കുമ്പോൾ ആത്മനിയോഗം പ്രാപിച്ച ദൈവമക്കൾ ദൈവസാന്നിധ്യത്തെ ആത്മാവിൽ കാണും. ഇരിക്കുന്നത് കസേരയിലാണെങ്കിലും, ഇരിക്കുന്നത് യോഗത്തിൽ മറ്റുള്ളവരുടെ ഇടയിലാണെങ്കിലും, അടുത്തിരിക്കുന്നവൻ ഉറക്കം തൂങ്ങി ഇരിക്കുകയാണെങ്കിലും, പേര് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ട ദൈവമക്കൾ പറയും, അവരൊക്കെയും ദൈവ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെട്ടിരിക്കുന്നവർക്ക് അത് കാവൽ വഹിക്കുന്ന, അത് കാവൽ മാലാഖമാരല്ലേ എന്ന് എഴുതിയിരിക്കുന്ന വചനപ്രകാരം ഇവിടെ ഇരിക്കുന്ന ഒരു ദൈവ പൈതലിന് 2 കാവൽ മാലാഖമാർ വെച്ച് ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മൗനമായിരിക്കാൻ കഴിയും? നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപതികളോടും സ്വർലോക ദുഷ്ടാത്മ സേനകളോടുമാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നീ ഒറ്റയ്ക്ക് വെറുതെ ഇരുന്ന് ഉറങ്ങുകയല്ല, നീ ഇന്ന് രാത്രി പോരാട്ടത്തിൽ ഏർപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. വാഴ്ചകൾ ഇതിനെതിരെ നിൽക്കുന്നു, അധികാരങ്ങൾ ഇതിനെതിരെ നിൽക്കുന്നു, അന്ധകാര ലോകത്തിൻ്റെ അധിപതികൾ ഇതിനെതിരെ നിൽക്കുന്നു, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകൾ ഇതിനെതിരെ നിൽക്കുന്നു. കൊലോസ്യ ലേഖനം പറയുന്നു, സിംഹാസനങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടും അവനായി സൃഷ്ടിക്കപ്പെട്ടും ഇരിക്കുന്നു. കണ്ണുകൾക്ക് കാണാൻ കഴിയത്തില്ലെങ്കിലും ഇതിൻ്റെ പുറകിൽ സിംഹാസനങ്ങളുണ്ട്, ഇതിൻ്റെ പുറകിൽ വാഴ്ചകളുണ്ട്, ഇതിൻ്റെ പുറകിൽ അധികാരങ്ങളുണ്ട്. അപ്പോൾ തന്നെ യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവപൈതലേ, ഒരു ദുർഭൂതത്തിൻ്റെ വ്യാപാര ശക്തികൾക്കും ഒരു പൈശാചിക ആക്രമണങ്ങൾക്കും നിന്നെ തകർക്കാൻ കഴിയാത്ത വിധത്തിൽ അദൃശ്യ ലോകത്തിൽ നിൽക്കുന്ന ആത്മദൂതന്മാർ എനിക്ക് കാവലായി വെളിപ്പെട്ടിട്ടുണ്ട് എന്ന് ആത്മാവിൽ ചിന്തിക്കുന്നുവെങ്കിൽ ഇതൊരു സാധാരണ മണ്ഡലമല്ല. ആത്മലോകം, ആത്മലോകം തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇരുന്ന് വിളിച്ചു പറയണം, ഞങ്ങൾ അവനെതിരെ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്തിമ ദിവസത്തിന്റെ വിധിക്കായി അന്ധകാരത്തിൻ കീഴിൽ ചങ്ങലയിട്ട് സൂക്ഷിച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഇവറ്റകളുടെ മേൽ മുഴുവൻ ജയമെടുക്കാനുള്ള അധികാരം സ്വർഗം എൻ്റെ കരങ്ങളിൽ തൻ്റെ പുത്രന്റെ രക്തത്തിലൂടെ കൈമാറിയിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ ഒരു ദൈവപൈതൽ തയ്യാറായാൽ നിന്നെ തകർക്കാൻ ഇരുട്ടിൻ്റെ കരങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ നിന്റെ അധരങ്ങൾ കൊണ്ട് അവറ്റകളുടെ മേൽ അധികാരം നടത്താൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ബലം തന്നിരിക്കുന്നത് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ വിശ്വാസ കണ്ണുകളാൽ നോക്കി നിന്റെ വാഗ്ദത്തത്തിനെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ താലന്തുകൾക്കെതിരെ, നിന്റെ അഭിഷേകത്തിനെതിരെ, നിന്റെ ദാമ്പത്യത്തിനെതിരെ, നിന്റെ മേൽ വെളിപ്പെടേണ്ട ദൈവകൃപയ്ക്കെതിരെ വാദിച്ചു നിൽക്കുന്ന സാത്താന്യ വ്യാപാരങ്ങളെ ഇന്ന് രാത്രി ആത്മാവിൽ ബന്ധിക്കാൻ എൻ്റെ മേൽ സ്വർഗം അധികാരം പകരുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്നെങ്കിൽ ഈ രാത്രി ഗ്ലോറി ഹല്ലേലൂയ ശബ്ദമുയർത്തി ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഇരിക്കുന്നത് യോഗത്തിനകത്താണെങ്കിലും ചില ആന്തരിക ദൈവശബ്ദങ്ങൾ, അതെ ആ വാക്ക് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇരിക്കുന്നത് യോഗത്തിനകത്താണെങ്കിലും ചില ആന്തരിക ദൈവശബ്ദങ്ങൾ, ചില അനർത്ഥങ്ങളെ ഒഴിവാക്കേണ്ടതിന് നിന്റെ കാതിൽ മുഴങ്ങത്തക്ക വിധം പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആളത്വത്തിന്മേൽ ഇടപെടുന്ന രാത്രിയാണ്. അനുഗ്രഹീതനായ ഒരു കർത്തൃദാസൻ US ഒരു പ്രത്യേക സ്ഥലത്ത് യോഗത്തിന് യാത്ര ചെയ്ത് അത് പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം സ്തോത്രം സിയാറ്റിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും താൻ ട്രെയിനിൻ്റെ ഭാഗത്തോട്ട് കയറാൻ തുടങ്ങുകയാണ്. പക്ഷെ സ്റ്റെപ്പിലോട്ട് കാല് വയ്ക്കുന്ന സമയത്ത് തൻ്റെ ഉള്ളിൽ ഒരു ശബ്ദം മുഴങ്ങുകയാണ്, ആ ട്രെയിനിൽ കയറരുത്. സ്തോത്രം. ഉടനെ താൻ പുറയിൽ ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കി, ആരുമില്ല. വീണ്ടും താൻ അവിടേക്ക് ചെന്ന് കാല് വെക്കാൻ നേരത്തൊരു ശബ്ദം, ആ ട്രെയിനിൽ
കയറരുത്. ആവർത്തിച്ച് കേട്ടപ്പോൾ മനസ്സിലായി, ഇത് സാധാരണ ശബ്ദമല്ല, എൻ്റെ കർത്താവിൻ്റെ ശബ്ദമാണ്. ചന്തസ്ഥലത്ത് നിന്നാലും ആൾക്കൂട്ടത്തിൽ നിന്നാലും തന്നോടുള്ള ദൈവശബ്ദം തിരിച്ചറിയാൻ ആത്മാവിൻ്റെ ഇന്ദ്രിയം തുറന്ന ദൈവമക്കൾ ഭാഗ്യശാലികളാണ്. അത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ദൈവമക്കൾ സ്തോത്രത്തോടെ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ പ്രതികരിക്കുന്ന രാത്രിയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവിടെ നിന്നുകൊണ്ടൊരു പ്രാർത്ഥന, കർത്താവേ, അങ്ങനെയാണെങ്കിൽ ഇന്ന സമയത്ത് ട്രെയിനിൽ ഞാൻ യോഗസ്ഥലത്ത് എത്തിച്ചേരേണ്ട ടൈം ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. ഈ ട്രെയിൻ പോയാൽ അടുത്ത ട്രെയിൻ കിട്ടാതെ വരും. ഞാൻ യോഗത്തിന് എത്തേണ്ടത് എപ്പോഴാണ്? അപ്പോൾ ആന്തരികമായി മറ്റൊരു ശബ്ദം, യോഗത്തിന് എത്തിച്ചേരേണ്ട ഉത്തരവാദിത്വം എനിക്ക് വിട്ടേക്കുക, ആ ട്രെയിനിൽ കയറരുത്. അടുത്തത് 1 മണിക്കൂർ വൈകി വന്ന് അടുത്ത ട്രെയിനിൽ കയറി യാത്ര ചെയ്ത് 50 മൈൽ പിന്നിട്ടപ്പോൾ അതിഭീകരമായൊരു കാഴ്ച കണ്ടു. മുൻപിൽ പോയ ട്രെയിൻ തകർന്ന് അതിനകത്ത് നിന്ന് ശവശരീരങ്ങൾ ചിതറിയത് രക്ഷാപ്രവർത്തകർ വലിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അടുത്ത പോയിന്റിൽ ഇറങ്ങിയപ്പോഴേക്കും ഈ തകർച്ച കൊണ്ട് വൈകിയ അടുത്ത ട്രെയിൻ കിട്ടുകയും കൃത്യസമയത്ത് യോഗത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. ഒരു ഭക്തന്റെ സാധാരണ യാത്രയിൽ പോലും നിങ്ങൾ സ്തോത്രം പറയാൻ പറ്റില്ല. ഒരു ഭക്തന്റെ സാധാരണ യാത്രയിൽ പോലും നിന്നെ തകർത്ത് കളയേണ്ടതിന് ഒരുക്കി വെച്ചിരിക്കുന്ന പിശാചിന്റെ കണികളെ ആത്മമണ്ഡലത്തിൽ തിരിച്ചറിഞ്ഞ് അതിനെ ജയിക്കാനുള്ളൊരു ദൈവാധികാരം പ്രാർത്ഥിക്കുന്ന നിന്റെ നാവിൽ സ്വർഗം പകർന്നിട്ടുണ്ട് എന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി സാധാരണ രാത്രിയല്ല. ഈ മീറ്റിംഗ് അവസാനിക്കുന്നതിന് മുൻപ് നിനക്കെതിരെ ഉയരുന്ന ചില പോരാട്ടങ്ങളുടെ മേൽ സ്വർഗം ഇന്ന് രാത്രി ജയം കൽപ്പിക്കുന്ന രാത്രിയാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ ഒരാളത്വത്തെ കുറിച്ച് ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്. എന്താണ് എഴുതിയിരിക്കുന്നത്? ഒരു ദൂതൻ, ഇത് ആത്മലോകത്തിന്റെ അധികാരമാണ്, അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും, ആത്മലോകത്തിൽ സാത്താനെ ബന്ധിക്കുവാനുള്ള ദൈവിക അധികാരമാണ് ചങ്ങലയും താക്കോലും കാണിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനുമായ പഴയ പാമ്പായ മഹാസർപ്പത്തെ, അവിടെ എഴുതിയിരിക്കുന്നത്, പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലക്കിട്ടു എന്ന് പറഞ്ഞാൽ സാത്താൻ ആരാണ് എന്ന് ഇന്ന് രാത്രി എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം. ഈ അന്ധകാരം, ബന്ധനം, പോരാട്ടം, കെട്ട് എന്ന് പറഞ്ഞ് ഉപജീവനം നടത്തുന്ന പലരെയും നമുക്ക് വെറുപ്പാണ്. എന്നാൽ അതുകൊണ്ട് അതില്ലെന്ന് വരുന്നില്ല. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ആത്മക്കണ്ണുകൾ തുറന്നു നോക്കിയാൽ 4 പേരുകളിൽ വ്യവഹരിക്കപ്പെട്ടിട്ടുള്ള ഒരു പൈശാചിക ആളത്വം, അവൻ കേവലം ശക്തിയല്ല, അവൻ അസാധാരണമായ ഒരു വ്യക്തിയാണ്. ഞങ്ങൾ ഇത് രാത്രി തിരിച്ചറിയണം. ഇലക്ട്രിക് പവർ പോലെ ഒരു പവറല്ല. എയ്ഡ്സ്, ക്യാൻസർ, അതേപോലെയുള്ള ഒരു അണുവല്ലിവൻ. ഇവൻ ആളത്വമുള്ള ഒരു വ്യക്തിയാണ്. നീ ഉറങ്ങിയാലും അവൻ ഉറങ്ങാറില്ല. ഇന്ന് രാത്രി അത് മനസ്സിലാകുന്ന എത്ര ദൈവമക്കളുണ്ടെന്ന് എനിക്കറിയില്ല. നീ ഉറങ്ങിയാലും അവൻ ഉറങ്ങാറില്ല. എങ്ങനെങ്കിലും കൃപയിൽ നിൽക്കുന്ന നിന്നെ തകർത്ത് കളയേണ്ടതിന് നിന്റെ പുറകിലവൻ പദ്ധതികൾ തയ്യാറാക്കി നിൽക്കുമ്പോൾ കൈകെട്ടി ഇരുന്നുറങ്ങാനല്ല സ്വർഗം നിന്നെ വിളിച്ചത്. നിന്റെ പ്രാർത്ഥനയുടെ ഉടവാൾ ഉറയിൽ ഉറങ്ങാൻ അനുവദിക്കാതെ അഭിഷേകത്തിന്റെ ബലത്തോടെ അത് ഊരിയെടുത്ത് ഇന്ന് രാത്രി ഇരുട്ടിന്റെ ശക്തികൾക്ക് നേരെ യുദ്ധം ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ക്ഷണിക്കുകയാണ്. ഏദൻ പൂങ്കാവനത്തിൽ നുഴഞ്ഞു കയറി ആദി മാതാപിതാക്കളെ തകർത്ത് ജനറേഷന്റെ മേൽ ശാപം വരുത്തി വെച്ച ആ ദുഷ്ടവ്യാപാര ശക്തി, ദൈവത്തിന്റെ ദാസൻ ഇയ്യോബ് ഭക്തനായി കുടുംബമായി ധന്യമായി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന്റെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലും വ്യാപരിക്കത്തക്ക ബലഹീനത വിതച്ച് അവന്റെ തലമുറകളിൽ 10 പേരെ അകാല നിര്യാണത്താൽ കൊന്നു വീഴ്ത്തി ആ വീട്ടിന്മേൽ കൂട്ടമരണം വധിച്ച പൈശാചിക വ്യാപാര ശക്തി ജനത്തെ എണ്ണേണ്ടതിന് ദാവീദിൽ അവന്റെ ഹൃദയത്തിൽ പ്രേരണയുണ്ടാക്കി ജനക്കൂട്ടത്തിനിടയിൽ സർവത്ര വിനാശം വിതച്ച ആ പൈശാചിക വ്യാപാരം യേശുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കേണ്ടതിന് യൂദയുടെ മനസ്സിൽ തോന്നലുളവാക്കിക്കൊണ്ട് ഒടുവിൽ അവനെ ഒരു മുഴം കയറിൽ അവസാനിപ്പിച്ച ആ ദുഷ്ടവ്യാപാര ശക്തി നിങ്ങൾ പാർക്കുന്നത് എവിടെയെന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ള ഇടം എന്നും ഞാൻ അറിയുന്നു. എൻ്റെ ദാസനും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ കൃപയിൽ നിൽക്കുന്ന ചില
ഭക്തന്മാരെ അകാല നിര്യാണത്താൽ വെട്ടി വീഴ്ത്തേണ്ടതിനും നിങ്ങളെ പീഡിപ്പിക്കേണ്ടതിന് സാത്താൻ നിങ്ങളിൽ ചിലരെ തടവിലാക്കാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകുമെന്ന് പറഞ്ഞ് അധികാരികളുടെ മനസ്സിനെ കൈകളിലെടുത്ത് കൃപയിൽ നിൽക്കുന്ന ദൈവമക്കൾക്ക് തടവ് അനുവദിക്കത്തക്ക വിധത്തിൽ രാഷ്ട്രീയ പശ്ചാത്തലത്തെ ഇളക്കി മറിക്കേണ്ടതിനും വാദിക്കുന്ന ഒരു അദൃശ്യ വ്യാപാരം ദൈവമക്കളുടെ മുൻപിൽ നിന്ന് യുദ്ധം ചെയ്യുന്നത് കണ്ടിട്ട് കൈകെട്ടിയിരുന്ന് ഉറങ്ങാനല്ല സ്വർഗം നമ്മെ വിളിച്ചത്. അവൻ്റെ മേൽ ഇന്ന് രാത്രി സ്തോത്രം അധികാരം നടത്താനാണ് ദൈവം എന്നെ വിളിച്ചതെന്ന ബോധ്യം അകത്ത് ഭരിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം. ഇവൻ കേവലം പവറല്ല, ഇവൻ നെഗറ്റീവ് ശക്തിയല്ല, അവൻ ഇരുട്ടിൻ്റെ ആൾമാറാട്ടമല്ല. ഒരു വ്യക്തി നിന്ന് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ കഴിവുള്ള ഒരു അസാധാരണ ആളത്വമായ വീണുപോയ ദൂതനാണ് ഈ പൈശാചിക ശക്തി. ഇവന് സംസാരിക്കാൻ കഴിയുമോ? അതെ, ഇയ്യോബിന്റെ വിഷയത്തിൽ ദൈവസന്നിധിയിൽ സാത്താൻ സംസാരത്തിൽ ഏർപ്പെട്ടില്ലേ? അവൻ ആഗ്രഹമുണ്ടോ? പത്രോസിനെ ഗോതമ്പ് പോലെ പാറ്റാൻ അനുവാദം ചോദിച്ചില്ലേ? അവന് പദ്ധതികളുണ്ടോ? സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്ന് എഴുതിയെങ്കിൽ തന്ത്രത്താൽ അവൻ ബന്ധിക്കാൻ കഴിയത്തില്ലേ? അങ്ങനെയാണെങ്കിൽ ഇവൻ സാധാരണക്കാരനല്ല. പത്രോസ് പറയുന്നത് ഇങ്ങനെയാണ്: സാത്താൻ അലറുന്ന സിംഹം എന്നതുപോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് കണ്ട് ചുറ്റി തിരിഞ്ഞ് നടക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ ഒരു വ്യക്തിയാണ്, അവൻ നടക്കുന്നവനാണ്. അലറുന്ന സിംഹം എന്നതുപോലെ അവൻ അലറുന്നവനാണ്. എന്നാൽ തിരുവെഴുത്ത് ഈ ഭാഗം കൊണ്ട് വ്യക്തമാക്കുന്നു, അവൻ അലറുന്നവനാണെങ്കിലും അവൻ നടക്കുന്നവനാണെങ്കിലും അവന് പദ്ധതിയുണ്ടെങ്കിലും അവൻ ഭക്തന്മാരെ പാറ്റാൻ അനുവാദം ചോദിച്ചു നിൽക്കുകയാണെങ്കിലും അവൻ രോഗമയച്ച് ശരീരത്തെ പീഡിപ്പിക്കാൻ പദ്ധതി ഇടുന്നുണ്ടെങ്കിലും എൻ്റെ ദൈവത്തിൻ്റെ ഒറ്റ ദൂതൻ ഇറങ്ങിയാൽ സ്വർഗത്തിൻ്റെ അധികാരത്തിൻ്റെ ചങ്ങല കൊണ്ട് ബന്ധിക്കാൻ കഴിവുള്ളവനാണ് ഇവനെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ആത്മാവിൽ പറയണം: നിന്റെ ശുശ്രൂഷയുടെ മേൽ, നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപയുടെ മേൽ കർത്തൃത്വം നടത്താൻ ഇന്നും വ്യാപരിച്ചു നിൽക്കുന്ന ഈ സാത്താന്യ ബന്ധനത്തെ ആത്മാവിൽ ബന്ധിക്കാനുള്ള അധികാരം സ്വർഗം എൻ്റെ മേൽ പകർന്നിട്ടുണ്ട് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ കൈകെട്ടിയിരിക്കുകയല്ല. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല, ദൈവത്തോടത്ര സംസാരിക്കുന്നത്. ആരും തിരിച്ചറിയുന്നില്ലല്ലോ. ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ തിരിച്ചറിയട്ടെ, ഇവൻ സാധാരണക്കാരനല്ല, ഇവൻ അതിഭീകരനാണ്. അസാധാരണമായ ആളത്വം ഇവന്റെ പുറകിൽ വ്യാപരിക്കുന്നു. ഇത് തിരിച്ചറിയാൻ കണ്ണ് വേണമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് മാത്രമേ തിരിച്ചറിയാൻ കണ്ണുള്ളൂ. പ്രാർത്ഥിക്കാത്ത, ഉപവസിക്കാത്ത, ആരാധനയ്ക്ക് സമയം ചിലവഴിക്കാത്ത, ജാഗരിക്കാത്ത, തടി ചത്ത് നടക്കുന്ന തറ ജഡികന് ഇത് തിരിച്ചറിയാൻ കഴിയില്ല. എന്നാൽ കൃപയിൽ നിൽക്കുന്ന ദൈവമക്കൾക്കറിയാം ഇത് കേവലം കളിയല്ല, ഇതൊരു വലിയ പോരാട്ടമാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇതിനകത്തിരുന്ന് ആരാധിക്കുന്ന വ്യക്തികളോട് ആത്മാവിൽ വിവേചിച്ച് വിളിച്ചു പറയുന്നു: അതിശക്തമായ ദൈവ തേജസ്സിന്റെ പ്രഭാവലയത്തിന്റെ കാന്തികൾക്കകത്ത് ചാഞ്ചല്യമായ ദൈവ തേജസ്സിൽ വെട്ടിത്തിളങ്ങുന്ന ഏതൻ പ്രഭാവത്തിൽ നീ കഴിഞ്ഞാലും നീ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ നിന്നെ മുച്ചൂട് മുടിച്ചു കളയേണ്ടതിന് വാദിക്കുന്ന ഈ ദുഷ്ടശക്തി ഏതൊരു അവസരം കാത്തിരുന്നെങ്കിൽ നിന്നെ തകർക്കാൻ അവന്റെ കൈകളിൽ പദ്ധതികളുണ്ട്. എന്നാൽ അതിനെ ജയിക്കാൻ കഴിവുള്ള ഒരുവന്റെ കരം ഇന്ന് രാത്രി യോഗത്തിൽ വ്യാപരിക്കുന്നുണ്ട്. തിരിച്ചറിയുക, അസാധാരണമായ ഇരുളിന്റെ അധികാരങ്ങൾ യാഥാർത്ഥ്യമാണ്. ഗ്ലോറി, 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 ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയം, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയം. അങ്ങനെയാണെങ്കിൽ ഇവൻ സാധാരണക്കാരനല്ല. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്ന വേദഭാഗം വിശുദ്ധ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളുടെ മുൻപിൽ എന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഏദനിൽ ഇവനെതിരെ യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടു. സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി പറയുന്നത് എന്നോടൊപ്പം ആത്മാവിൽ സന്തോഷമുള്ള ദൈവമക്കൾ ഒന്ന് ചേർന്ന് പറയണം. നിങ്ങളെ കരങ്ങളൊന്ന് ഉയർത്തി പറഞ്ഞാലും നല്ലതാണ്. ഏദനിൽ ഇവനെതിരെ യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടു. പറഞ്ഞാട്ടെ, ദൈവത്തിന് സ്തോത്രം. പറഞ്ഞാട്ടെ, കരങ്ങളൊന്ന് ഉയർത്തി പറഞ്ഞേ. ഏദനിൽ ഇവനെതിരെ യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടു. യോർദാനിൽ ഇവനെതിരെ യുദ്ധം നടത്തുന്ന യുദ്ധാധികാരി പ്രത്യക്ഷനായി. മരുഭൂമിയിൽ അവനെ നേരിട്ട് എൻ്റെ നാഥൻ തോൽപ്പിച്ചു. കാൽവറിയിൽ അവൻ്റെ തലയെ തകർത്തു. അതിൻ്റെ ജയം ഇന്ന് രാത്രി ഞങ്ങൾ ആഘോഷിക്കുന്നു.
ഓ രക്തത്താൽ ജയം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുന്നു, ഏദനിൽ ഇവനെതിരെ യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടു. യോർദാനിൽ ആ യുദ്ധത്തിന്റെ അധികാരി പ്രത്യക്ഷനായി. മരുഭൂമിയിൽ അവനെ നേർക്കുനേർ എന്റെ കർത്താവ് പരാജയപ്പെടുത്തി. കാൽവറിയിൽ അവന്റെ തല തകർത്തു. ഇന്ന് രാത്രി കൃപ ലഭിച്ച ഞങ്ങൾ ആ വിജയം ആത്മാവിൽ ആഘോഷിക്കുന്നു. അഭിഷേകം പ്രാപിച്ച ദൈവപൈതലേ, നിന്റെ ശരീരത്തിന്റെ കോശങ്ങളിലേക്ക് ഇറങ്ങി വന്ന് വാഗ്ദത്തം പൂർണ്ണമാകാൻ അനുവദിക്കാതെ അതിനെ ബന്ധിച്ചു നിൽക്കുന്ന ഇരുളിന്റെ ശക്തികൾ അതെത്ര പ്രബലമാണെങ്കിലും ഇന്ന് രാത്രിയിൽ അവനെതിരെയുള്ള യുദ്ധത്തിൽ അണിചേരുന്ന ദൈവമക്കൾ പറയണം, ഞങ്ങൾ കളിക്കളത്തിൽ ഇരിക്കുകയല്ല, ഞങ്ങൾ അവനെതിരെ യുദ്ധത്തിലാണ്. ഇന്ന് രാത്രി ദർശനത്തിനായി ചില കണ്ണുകൾ തുറക്കപ്പെടട്ടെ, വെളിപ്പാടുകൾക്കായി ചില കണ്ണുകൾ തുറക്കപ്പെടട്ടെ, ചില ചെവികളിൽ ഇന്ന് രാത്രി ദൈവശബ്ദം മുഴങ്ങട്ടെ. ഇതിനകത്തിരുന്ന് പ്രവചിക്കുന്ന ദൈവമക്കളുടെ നാവുകളുടെ മേൽ ആത്മീയ അധികാരം വ്യാപരിക്കട്ടെ. കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഇരുന്ന് ചില പദ്ധതികൾ നിന്റെ തലമുറയുടെ മേൽ വരുത്തി വയ്ക്കേണ്ടതിന് സാത്താൻ ഒരുക്കുന്ന മരണക്കെണികൾ ഈ ശുശ്രൂഷയ്ക്ക് നടുവിൽ ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആത്മമണ്ഡലത്തിൽ അഴിഞ്ഞു മാറട്ടെ. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഈ ചിത്രം നിങ്ങളുടെ മനസ്സിൽ കരുതുക. ഏദനിൽ ഇവനെതിരെയുള്ള യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടു. യോർദാനിൽ യുദ്ധത്തിന്റെ നായകൻ വെളിപ്പെട്ടു. മരുഭൂമിയിൽ യുദ്ധനായകൻ ഇവനെ നേരിട്ട് പരാജയപ്പെടുത്തി. കാൽവറിയിൽ അവന്റെ തലയെ എൻ്റെ രക്ഷകൻ തകർത്തു. ഇന്ന് രാത്രി ഞങ്ങൾ ആ വിജയം ആഘോഷിക്കുകയാണ്. നീ തോറ്റ പടയാളിയാണ്, നീ ജയിച്ചവനല്ല. ഇന്നലെ നീ ജയിച്ചിട്ടില്ല, നാളെ നീ ജയിക്കുകയുമില്ല. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ പറയണം, ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്നുണ്ട് കാൽവറിയിലെ ജയം. നമുക്ക് നോട്ടപ്രദക്ഷിണം പോലെ ആ പദങ്ങളിലേക്കൊന്ന് പോകാം. ഏദനിൽ യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടു. നമുക്കറിയാം, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുവാൻ എൻ്റെ ദൈവം തൻ്റെ ദിവ്യ സെനറ്റിൽ പ്ലാൻ ചെയ്തു. ആഴിയില്ല, ഊഴിയില്ല, തരിയില്ല, താരങ്ങളില്ല, നക്ഷത്രങ്ങളില്ല, നെബുലകളില്ല, ഗാലക്സികളില്ല. നാം കാലൂന്നി നിൽക്കുന്ന ഭൂമിയില്ല. നമ്മുടെ തലയ്ക്ക് മുകളിൽ കണ്ണ് ചിമ്മി കത്തി നിൽക്കുന്ന നക്ഷത്രങ്ങളോ ഗാലക്സികളോ ഇല്ല. പച്ചപ്പട്ടു വിരിച്ച ഈ ഭൂമി സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപ് മനുഷ്യനെ സൃഷ്ടിപ്പാനും ക്രൂശിന്റെ പദ്ധതിയും ദൈവം ആസൂത്രണം ചെയ്തു. ഉണ്ടാകട്ടെ എന്ന ഒറ്റ കൽപ്പനയിൽ പ്രപഞ്ചത്തെ വിളിച്ചു വരുത്തി. ആ പച്ചപ്പട്ടു വിരിച്ച ഹരിതാഭമായ ഈ ഭൂമി എത്ര മനോഹരം! ഈ ഭൂമിയിൽ ദൈവം ആദി പിതാവായ ആദമിനെ ഒരുപിടി മണ്ണിനാൽ കരുത്തുറ്റ കരങ്ങൾ കൊണ്ട് കരുതിക്കൂട്ടി കളിമണ്ണിൽ കൈക്രിയയാൽ മെനഞ്ഞു. അവിടുത്തെ കരവിരുതിനാൽ മെനഞ്ഞ ആദമിന്റെ മൂക്കിൽ ജീവശ്വാസം സന്നിവേശിപ്പിക്കപ്പെട്ടു എന്ന ഒരു ഉത്തിൽ. ആ കണ്ണിമ വെട്ടി തുറന്നപ്പോൾ അവൻ ആദ്യം കണ്ടത് ഹൗവയല്ല, പ്രപഞ്ച ചക്രവർത്തിയായ മഹാദൈവത്തെ അവൻ നേരിട്ട് കാണുകയായിരുന്നു. അങ്ങനാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ശ്രദ്ധിക്കണം, ഇത് സാധാരണക്കാരനല്ല. ആദ്യ ആദമിനെ പോലെ ഒരു അസാധാരണ വ്യക്തിയെ ലോക ചരിത്രം ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ ഇന്ന് കാണുന്നതല്ല ഏദന്റെ വർണ്ണാഭമായ അന്തരീക്ഷം. സ്തോത്രം. ദൈവം പറഞ്ഞു, ആദമേ, നിനക്ക് ഹൗവയെ കൂട്ടിന് തരുന്നു, പക്ഷേ സൂക്ഷിക്കണം, പ്രതിയോഗിയുണ്ട്, സൂക്ഷ്മത പുലർത്തണം. ഞാൻ പറയാം, ആദമിന്റെ ബുദ്ധി സാമർഥ്യത്തിന്റെ വലിപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദമിന്റെ കൺമുൻപിൽ കൂടെ സകല മൃഗജാലങ്ങളെയും ദൈവം കടത്തിവിട്ടു. ഓരോന്നിൻ്റെയും ഇടയിലൂടെ ഞാൻ ചിന്തിക്കുന്നു, സിംഹത്തിൻ്റെയും പുലിയുടെയും കടുവയുടെയും ഒക്കെ ഇടയിലൂടെ ഉരുമ്മിക്കൊണ്ട് ആദം യാത്ര ചെയ്യുമ്പോൾ അവന്റെ പുറകിൽ ഒരു അധികാരം ഉയരുന്നുണ്ട്. ആകാശത്തിലെ അത് കീഴിലുള്ള സകല ജലജന്തുക്കളുടെ മേലും, സകല ഭൂസീമാവാസികളുടെ മേലും, സകലവിധ ജീവജാലങ്ങളുടെ മേലും അധികാരം നടത്താൻ ഈ അഭിഷിക്തന്റെ കരങ്ങളിൽ ഒരു അധികാരം വെച്ചു കൊടുത്തിരിക്കുകയാണ്. ആദമിന്റെ കൈകളിൽ വ്യാപരിച്ച അധികാരം നമ്മുടെ സങ്കല്പത്തിന് പോലും ചിന്തിക്കാൻ കഴിയില്ല. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ വീട്ടിലോട്ട് ചെന്ന് നിങ്ങളുടെ അമ്മച്ചി പുളിമ്പൊടിയും പിണ്ണാക്കും ഉണ്ടാക്കി കലക്കി വെച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളോട് പറയാം, മോളെ, യോഗം കഴിഞ്ഞ് കയറി വന്നതേ ഉള്ളല്ലോ, ഈ പാത്രം കൊണ്ട് പശുവിനൊന്ന് വെച്ചു കൊടുത്തേ എന്നങ്ങോട്ട് പറഞ്ഞ് പശുവിൻ്റെ മുൻപിലോട്ട് ഈ പാത്രം കൊണ്ട് വെക്കുമ്പോൾ ഈ പശു വായങ്ങോട്ട് താത്ത ഈ പുളിമ്പൊടിയും പിണ്ണാക്കും ഒന്ന് നക്കി നോക്കിയതിന് ശേഷം, യോഗത്തിന് ഇന്ന് ആരാ പ്രസംഗിച്ചത്, താമസിച്ചാന്നോ നേരത്തെ ആയിരുന്നോ പിരിഞ്ഞത് എന്ന് ചോദിച്ചെന്നിരിക്കട്ടെ. ചോദിച്ചാൽ നിങ്ങൾ അവിടെ കാണാൻ നിൽക്കുമോ? അല്ല, നിങ്ങൾ എന്നെ സൂക്ഷിച്ചിങ്ങനെ നോക്കുന്നത്. നിങ്ങൾ അവിടെ കാണാൻ നിൽക്കുമോ? ഓടും. കാര്യം എന്താ?
ആദ്യമായിട്ടാണ് പശു സംസാരിക്കുന്നത്. ആദ്യമായിട്ടാണ് പശു സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ ഓടും. ഏദൻ പൂങ്കാവനത്തിന്റെ അതിർത്തിയിൽ ഹൗവ പാമ്പുമായി സംസാരിക്കുമ്പോൾ ആശയവിനിമയം ആദ്യമായിട്ട് വിചിത്ര ജീവിയുടെ വായിൽ നിന്ന് വരികയാണെങ്കിൽ അത്ഭുത പരതന്ത്രയായി ഹൗവ അസ്വസ്ഥയായി ആദമിന്റെ അടുക്കലേക്ക് ഓടിയേനെ. അതിൻ്റെ അർത്ഥം വീഴ്ച പറ്റുന്നതിന് മുൻപ് മൃഗജാലങ്ങളോട് സംസാരിക്കാൻ ശക്തിയും വിശേഷജ്ഞാനവും ആദമിനുണ്ടായിരുന്നു. അവന്റെ വാക്കിനെ സകലരും അനുസരിച്ചിരുന്നു. അത്ര പ്രപഞ്ച നിയന്ത്രണം, ഈ പ്രകൃതി പ്രതിഭാസങ്ങളുടെ താളക്രമങ്ങൾ മുഴുവൻ ആദമിന്റെ കൈകളിലായിരുന്നു. അധികാരം മുഴുവൻ കൈയേറ്റുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒടുവിൽ സ്തോത്രം പാപക്കനി പിടിച്ച് കടിച്ച് പാളിച്ച പറ്റി പതനം ഭവിപ്പിച്ച് ആദാമിന്റെ കുടുംബത്തെ പിശാച് തകർക്കുമ്പോൾ അവൻ ഏദന് പുറത്തു നിന്ന് അട്ടഹസിക്കുകയാണ്. പക്ഷെ സ്ഥിരമായ സീറ്റിൽ അവനെ കാണാതെ വന്നപ്പോൾ ആദമേ നീ എവിടെ എന്ന് ചോദിച്ചിറങ്ങി വന്ന മഹാദൈവത്തിന്റെ മുൻപിൽ അവൻ വിവസ്ത്രനായി ഒളിച്ച രംഗത്ത് ഏദനിൽ മുഴങ്ങുന്ന ഒരു ശബ്ദമുണ്ട്. പിശാചേ, നീയാണ് ഇതിൻ്റെ പുറകിലെ മുഴുവൻ തന്ത്രങ്ങളും ഒരുക്കിയ ഗൂഢപദ്ധതിയുടെ ഉടമസ്ഥനല്ലേ? അങ്ങനെയെങ്കിൽ ഓർത്തുകൊള്ളുക, നീ രഹസ്യ തന്ത്രത്തിലൂടെ ഏദനിൽ നുഴഞ്ഞു കയറി ഈ കുടുംബത്തെ തകർത്തത് കൊണ്ട് നിന്റെ നിമിത്തം നിന്റെ മേൽ ഒരു ശാപം വ്യാപരിക്കാൻ തുടങ്ങുന്നു. എന്നാൽ ഇതുകൊണ്ട് അധ്യായം അവസാനിക്കുമെന്ന് വിചാരിക്കരുത്. ഈ സാധുക്കൾ വിവസ്ത്രരായി ശപിക്കപ്പെട്ടെങ്കിലും നിന്റെ തല തകർക്കാൻ ഒരുത്തൻ രംഗത്ത് വരും. ഇന്ന് രാത്രി വചനം വിശ്വസിക്കുന്ന ദൈവമക്കളെ ദൂത് വിളിച്ചു പറയാം, ഏത് വഴിയിലൂടാണോ നിന്റെ കുടുംബത്തെ പിശാച് തകർക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നത്, അതേ വഴിയിലൂടെ തന്നെ നിന്നെ രക്ഷിക്കാനുള്ള ദൈവത്തിന്റെ പദ്ധതിയും നിന്റെ കുടുംബത്തിന്റെ പുറകിൽ മറഞ്ഞു കിടപ്പുണ്ട്. ഗ്ലോറി ഗ്ലോറി, ദൈവത്തിന് മഹത്വം. ആത്മാവിനത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി സ്തോത്രത്തോടെ പറയണം, ദൈവത്തിന് സ്തോത്രം. പിശാചേ, ഒരു സ്ത്രീയിലൂടെയാണ് നീ ഈ മനുഷ്യകുലത്തെ വഞ്ചിച്ചതെങ്കിൽ മറ്റൊരു സ്ത്രീയിലൂടെ ഞാൻ മനുഷ്യകുലത്തിന് രക്ഷ വരുത്താൻ പദ്ധതിയിട്ടിരിക്കുന്നു. പിശാചേ, നീ ഒരു സ്ത്രീയെ അനുസരിപ്പിച്ചുകൊണ്ടാണ് മനുഷ്യകുലത്തെ വഞ്ചിച്ചുവെങ്കിൽ നിന്റെ ശബ്ദം അനുസരിച്ച് ഒരു സ്ത്രീയുടെ മുൻപിൽ എൻ്റെ ശബ്ദം അനുസരിക്കുന്ന മറ്റൊരു സ്ത്രീയിലൂടെ ഈ കുലത്തെ വിജയിപ്പിക്കാൻ ഞാൻ പദ്ധതിയിട്ടിരിക്കുന്നു. പിശാചേ, ഒരു സ്ത്രീയിലൂടെ നീ മരണം മനുഷ്യകുലത്തിന് വരുത്തിയെങ്കിൽ മറ്റൊരു സ്ത്രീയിലൂടെ ഞാൻ ജീവൻ ഈ കുലത്തിന് വരുത്താൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് നീ ചെവി തുറന്ന് കേട്ടു. സ്ത്രീയുടെ സന്തതി ഒരുവൻ ചരിത്രത്തിൽ രംഗത്ത് വരും. അവൻ സർപ്പത്തിന്റെ തല തകർക്കും. ദൈവത്തിന് സ്തോത്രം. ഈ ദൂതിന്ന് രാത്രി മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറയണം, അവൻ ഇന്ന് രാത്രി തേജസ് ഉടുത്തുകൊണ്ട് ഈ യോഗത്തിന് നടുവിലൂടെ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ കരം ചില വ്യക്തികളെ ഇന്ന് രാത്രി ആത്മാവിൽ തൊടാൻ തുടങ്ങുകയാണ്. നിന്റെ വാഗ്ദത്തത്തെ തച്ചുടയ്ക്കുന്ന ഇരുളിന്റെ ശക്തികളുടെ പ്രബല പോരാട്ടങ്ങളെ ആത്മാവിൽ ഭേദിക്കാൻ ഒരു വിശേഷ അഭിഷേകം വിശ്വസിക്കുന്ന നിന്റെ മേൽ വ്യാപരിക്കുന്നുണ്ടെന്ന് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ പറയണം. ദൈവാത്മാവിൽ രാത്രി ചിലത് ചെയ്തേ ഈ രാത്രി യോഗം അവസാനിക്കുകയുള്ളൂ. കർത്താവിന്റെ കരം ചലിക്കാൻ തുടങ്ങുകയാണ്. ഗ്ലോറി ഗ്ലോറി, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. വീണവനാണ് പിശാച്, വീണവനാണ് പിശാച്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇവനെ വീഴ്ത്തണമെന്നുള്ളത്, ആദാമി കുലത്തെ വീഴ്ത്തണമെന്നുള്ളത് പിശാചിന്റെ മുദ്ര വെച്ച കൊതിയാണ്. മറ്റൊരുത്തനെ നശിപ്പിക്കണം, മറ്റൊരുത്തനെ നശിപ്പിക്കണം, അവനെ നശിപ്പിക്കണം, മീഡിയ ഉപയോഗിച്ചായാലും നശിപ്പിക്കണം എന്ന് പ്ലാൻ ചെയ്യുന്ന ചില വ്യക്തികളെ കണ്ടിട്ടില്ലേ? അവന്റെ പുറകിൽ ഏദനിൽ വീഴ്ത്തിയ ദുഷ്ടശക്തിയാണ് വ്യാപരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം. മറ്റൊരുത്തന്റെ വീഴ്ച കാണാൻ കൊതിക്കുന്ന നിന്റെ കണ്ണുകളുടെ പുറകിൽ വ്യാപരിക്കുന്നത് സാധാരണ ശക്തിയല്ല, ഏദനിൽ മനുഷ്യകുലത്തെ വീഴ്ത്തിയ ശക്തിയാണ്. ദൈവത്തിന് സ്തോത്രം. പിശാചിന് മനസ്സിലായി, ഇവരുടെ കുടുംബത്തിനകത്ത് നിന്ന് ജന്മം കൊള്ളാൻ തുടങ്ങുന്ന ഒരു സന്തതി എൻ്റെ തല തകർക്കാൻ വരുന്നവനാണ്. അങ്ങനെയാണെങ്കിൽ ആ തല തകർക്കാൻ വരുന്നവൻ്റെ ജനറേഷൻ തകർക്കുക തന്നെ വേണം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് തന്നെ ആദ്യം പുറത്തിറങ്ങിയ ആ ഹൗവയുടെ ഉദരത്തിൽ നിന്ന് ജന്മം കൊണ്ടിറങ്ങിയ കായിൻ്റെ തലച്ചോറിനെ മസ്തിഷ്ക പ്രക്ഷാളനം എന്ന് പറയുന്നത് പോലെ സ്വാധീനിച്ചിട്ട് ഇതാ ഒരു വയലിലേക്ക് സ്വന്തം സഹോദരൻ ഹാബേലിനെ വിളിച്ചുകൊണ്ടുപോയി അവിടെ വെച്ച്
വെച്ച് കൊല ചെയ്യാൻ പ്രേരണ നൽകിയപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, കായീൻ പിശാചിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെ ഇത് സാധാരണ കൊലയല്ല, അവന്റെ തലയെ തകർക്കാൻ വരേണ്ടവന്റെ വഴി തകർക്കേണ്ടതിന് സാത്താൻ കരുതി കൂട്ടി നടത്തിയ യുദ്ധമാണ്. ഈ രാത്രി ഞാൻ നിയോഗത്തോടെ പറയട്ടെ, നിന്റെ കുടുംബത്തിൽ വെളിപ്പെടേണ്ട ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ സംഭവിക്കാതിരിക്കത്തക്ക വിധം തലമുറകളുടെ മേൽ ബന്ധിക്കാൻ ആഗ്രഹിക്കുന്ന പൈശാചിക കെട്ടുകളെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ അഴിക്കാനുള്ള അധികാരം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ നാവിൽ വ്യാപരിക്കണം. ദൈവാത്മാവ് രാത്രി നിയോഗത്തോടെ പറയുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അങ്ങനെയാണെങ്കിൽ സ്ത്രീയുടെ തല അതെ, സർപ്പത്തിന്റെ തല തകർക്കാൻ വരുന്ന സ്ത്രീയുടെ സന്തതി ആര്? സ്വർഗത്തിന്റെ മുൻപിൽ സാത്താൻ പ്രവർത്തന നിരതനാണ്. അവൻ അറിയേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ, സർപ്പത്തിന്റെ തല തകർക്കാൻ വരുന്ന സ്ത്രീയുടെ സന്തതി ആര്? എൻ്റെ തല തകർക്കാൻ വരുന്ന സ്ത്രീയുടെ സന്തതി ആര്? ചരിത്രം അതിവേഗം മുൻപോട്ട് നീങ്ങുകയാണ്, അതിവേഗം മുൻപോട്ട് നീങ്ങുകയാണ്. നിങ്ങൾ ഓർക്കണം, ദൈവത്തിന് സ്തോത്രം. കാലയാത്രയ്ക്കിടയിൽ ദൈവം ഒരുത്തനെ ഈ സമൂഹത്തിന് എതിരെ നിൽക്കാൻ ഉപയോഗിച്ചു. ആരെയാണെന്നറിയാമോ? ഉടലോടെ എടുക്കപ്പെട്ട ഹാനോക്കിനെ. അദ്ദേഹം ഒരു ദിവസമല്ല ദൈവത്തോടു കൂടെ നടന്നത്. ഒരു സഭായോഗത്തിന് പോയിട്ട് വീട്ടിലിരുന്ന് ഉറങ്ങുകയല്ലായിരുന്നു. അവൻ 300 സംവത്സരം ദൈവത്തോട് കൂടി നടന്നു. ഇവൻ കൈവെക്കുന്നതിന് മുൻപേ ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഞാനിന്ന് രാത്രി നിയോഗത്തോടെ പറയട്ടെ, സ്വന്തം സഹോദരന്റെ ഘാതകനായ കായീനെ ഈ രാത്രി ഇത് ദൂതായി ശ്രദ്ധിക്കണം. സ്വന്തം സഹോദരന്റെ ഘാതകരായ കായീനെ നീ കുറിച്ചു വെച്ചുകൊള്ളുക. നിന്റെ ഒരു തലമുറ പോലും ഭൂമിയിൽ ശേഷിക്കാതിരിക്കുമ്പോൾ സത്യാരാധനയ്ക്ക് വേണ്ടി ചുവട് വെച്ച ഹാനോക്കിന്റെ തലമുറയെ ഇന്നും ഈ മണ്ണിൽ കരുതുന്ന ദൈവത്തിന്റെ കരം ചരിത്രത്തിന്റെ പുറകിൽ വ്യാപരിക്കുന്നു. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് നിയോഗത്തോടെ പറയട്ടെ, ഒരു പ്രളയത്തിൽ ഒരു പെട്ടകം ഉയർന്ന സമയം ആ ബാക്കി മുഴുവൻ തലമുറകളും മുച്ചൂട് മുടിച്ച് അത് ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടപ്പോൾ കായീന്റെ സന്തതി പരമ്പരകൾ ഇവിടെ അവസാനിച്ചു. എന്നാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഹാനോക്കിന്റെ മകൻ, ദൈവത്തിന് സ്തോത്രം, മെതുശലേഹിന്റെ മകൻ, ലാമേക്കിന്റെ മകൻ, നോഹയുടെ കൊച്ചുമകൻ, അബ്രഹാമിന്റെ കൊച്ചുമക്കളെ ഇന്ന് രാത്രി ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുമ്പോഴും പലസ്തീൻ നാട്ടിൽ കരുതിയ ദൈവമാണ് നാം സേവിക്കുന്ന ദൈവമെങ്കിൽ, കൃപയിൽ നിൽക്കുന്ന നിന്റെ തലമുറയ്ക്ക് നേരെ ഇരുട്ടിന്റെ ശക്തികൾ എത്ര പദ്ധതികൾ ആസൂത്രണം ചെയ്താലും പ്രാർത്ഥിക്കുന്ന നിന്റെ വലയത്തെ തൊടാൻ അനുവദിക്കാതെ അവറ്റകളെ കാവൽ ചെയ്യുന്ന ഒരു കരുതൽ ഇന്ന് രാത്രി ഇതിന്റെ പുറകിൽ ജ്വലിക്കും എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി പറയണം. അവന്റെ പോരാട്ടം തലമുറകളിലേക്ക് നീളുകയാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ പ്രത്യേക സാഹചര്യത്തിൽ ദൈവം നോഹയെ തിരഞ്ഞെടുത്തു. നോഹയുടെ തിരഞ്ഞെടുപ്പ് സാത്താന് മനസ്സിലായെങ്കിലും ദൈവത്തിൻ്റെ ദിവ്യ സംരക്ഷണത്തിനകത്ത് ദൈവം നോഹയുടെ മേലുള്ള ദൈവത്തിൻ്റെ പ്രത്യേക കാവൽ വ്യാപരിപ്പിച്ചു. ഈ രാത്രി ഓർക്കുക, നോഹയിലൂടെ അടുത്ത ജനറേഷനെ കാത്തു നിൽക്കുന്ന സമയം. അങ്ങനെ ഇരിക്കുന്ന സമയം ആരാ സ്ത്രീയുടെ സന്തതിയായി എൻ്റെ തല തകർക്കാൻ വരുന്നത്? അവൻ ബൈനോക്കുലർ വെച്ച് നോക്കി നിൽക്കുകയാണ്. ആരാണ്? സാധാരണക്കാരനല്ല. ഞാൻ പറയട്ടെ, കൃപയിൽ നിൽക്കാത്ത പാപത്തിൻ്റെ വഴിയിൽ ഒഴുകുന്നവന് ഒരു പോരാട്ടവുമില്ല. എന്നാൽ കൃപയിൽ നിൽക്കുന്ന, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന, നിന്നെ തറ തൊടാൻ അനുവദിക്കാത്ത വിധത്തിൽ നിനക്കെതിരെ യുദ്ധമുണ്ട്. ആ യുദ്ധം തിരിച്ചറിയുന്ന ഒരുവന് കൈകെട്ടി കാലേക്കതെ തലയൂന്നി ഇരിക്കാൻ പറ്റില്ല. അവൻ ആത്മാവിൽ പറയും, എൻ്റെ മേലൊരു വാഗ്ദത്തമുണ്ടെങ്കിൽ എനിക്കെതിരെ പോരാട്ടമുണ്ട്, എൻ്റെ മേലൊരു വാഗ്ദത്തമുണ്ടെങ്കിൽ എനിക്കെതിരെ പോരാട്ടമുണ്ട്. ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ തിരിച്ചറിയണം, വിഗ്രഹങ്ങളെ ഹോൾസെയിൽ വ്യാപാരം നടത്തിക്കൊണ്ട് വിറ്റും വണങ്ങിയും ജീവിക്കുന്ന ഒരുവനെ 3 മഹാമതങ്ങളുടെ ഉത്ഭവസ്ഥാനത്ത് തല ഉയർത്തി നിർത്താൻ ദൈവം തീരുമാനിച്ചു. അബ്രഹാമിനെ ദൈവം കൽദയ പട്ടണമായ ഊരിൽ നിന്ന് ഇന്നത്തെ ഇറാഖിന്റെ ദക്ഷിണ ഭാഗത്തു നിന്ന് തിരഞ്ഞെടുത്തു. അപ്പോൾ തിരഞ്ഞെടുപ്പെന്ന് മാത്രമല്ല, അവനിൽ ചില വാഗ്ദത്തങ്ങൾ വെളിപ്പെട്ടു. തൻ്റെ സ്വന്തം മകനെ ബലിപീഠത്തിൽ അർപ്പിക്കുവാൻ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത ആ ദൈവത്തിൻ്റെ ദാസൻ അബ്രഹാമിന്റെ കാതിൽ മുഴങ്ങിയ ഒരു വാഗ്ദത്തമുണ്ട്. നീ നിന്റെ മകനെ തരുവാൻ മടിക്കാൻ
ദീർഘായുക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതിയെ ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഭൂമിയിലെ മണൽത്തരി പോലെ വലുതാക്കും. ശൂന്യതയ്ക്കകത്താണ് നീ നിൽക്കുന്നതെങ്കിലും മക്കൾ ആരുമില്ലാത്ത നിന്നെ ഇങ്ങേ അറ്റത്തെ ശൂന്യതയിൽ നിന്ന് അങ്ങേ അറ്റത്തെ ധന്യതയിലെത്തിക്കാൻ എൻ്റെ കരം ബലത്തോടെ ചലിക്കും. അപ്പോൾ പിശാചിന് മനസ്സിലായി, മറ്റാരുമല്ല വരാൻ തുടങ്ങുന്നത്, ഇവന്റെ കുലത്തിൽ നിന്ന് തന്നെയാണ്, ഇവന്റെ കുലത്തിൽ നിന്ന് തന്നെയാണ്, ഇവന്റെ രക്തത്തിൽ നിന്ന് തന്നെയാണ് എൻ്റെ തല തകർക്കാനുള്ളത് വരുന്നത്. ഇന്ന് രാത്രി ജീവൻ പ്രാപിച്ച ദൈവമക്കൾ ചെവി തുറന്ന് കേട്ടുകൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇവന്റെ കുലത്തിന് വംശ തകർച്ചയുണ്ടാക്കാൻ ഇവന്റെ കുടുംബജീവിതത്തിന്റെ തലമുറയുടെ ജന്മം തടയണം. അതുകൊണ്ട് തന്നെ സാറയുടെ ഗർഭപാത്രം അടച്ച് സാത്താൻ പോരാടി. സാത്താനെ, നീ എന്തൊക്കെ പദ്ധതികൾ ചെയ്താലും എൻ്റെ ദൈവത്തിൻ്റെ കാര്യപരിപാടി അതിനകത്ത് നടന്നിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ രാത്രി ദൂതാത്മാവിൽ എഴുതി വെച്ചുകൊള്ളുക, ഇസഹാക്കിൻ്റെ അന്ധതയുടെ പുറകിലൊരു കരം ചലിച്ചെങ്കിൽ, എസ്തേറിൻ്റെ അനാഥത്വത്തിൻ്റെ പുറകിലൊരു കരം ചലിച്ചെങ്കിൽ, രൂത്തിന്റെ കുടുംബ തകർച്ചയുടെ പുറകിലൊരു കരം ചലിച്ചെങ്കിൽ, നവോമിയുടെ കയ്പിൻ്റെ പുറകിലൊരു കരം ചലിച്ചെങ്കിൽ, അബ്രഹാമിൻ്റെ വന്ധ്യത്വത്തിൻ്റെ പുറകിലൊരു കരം ചലിച്ചെങ്കിൽ, നിന്റെ തകർച്ചയ്ക്കകത്ത് എൻ്റെ ദൈവത്തിൻ്റെ കരം സമയത്ത് ചലിച്ചിരിക്കും. ഗ്ലോറി, ഹല്ലേലൂയ. ഇസഹാക്ക് ദൈവകൃപയാൽ രംഗത്ത് വന്നു. തീർന്നില്ല പോരാട്ടം. ഇസഹാക്കിന് ഒരു തലമുറ ഉണ്ടാകേണ്ട സമയം വന്നപ്പോൾ അവൻ്റെ ഭാര്യയ്ക്ക് നേരെയും കനത്ത പോരാട്ടമുണ്ടായി. തലമുറകളുടെ ജന്മം തടഞ്ഞുകൊണ്ട് വിശുദ്ധ സ്ത്രീകളുടെ ഗർഭമടച്ച് പോരാടിയ പൈശാചിക വ്യാപാരം ഇന്ന് രാത്രിയും ദുഷ്ടാത്മാവിനാൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ രക്തത്താൽ അവറ്റകളെ ജയിക്കാനുള്ള ആത്മീയ അധികാരം ദൈവമക്കളുടെ നാവിൽ ദൈവാത്മ പകരുന്നുണ്ട്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി വിളിച്ചു പറയണം, തലമുറകളുടെ മേൽ വ്യാപരിക്കുന്ന പോരാട്ടങ്ങളെ ആത്മാവിൽ ജയിക്കാനുള്ള അധികാരം സ്വർഗം എൻ്റെ മേൽ പകർന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം ഒരു പ്രത്യേക യാഗസമയത്ത് അബ്രഹാമിനോടൊരു വാക്ക് പറഞ്ഞിരുന്നു. ഇതാ പുകയുന്ന ഒരു തീച്ചൂള, അതിന് നടുവിലൂടെ കത്തുന്ന ഒരു തീപ്പന്തം, അതിനിടയിൽ സർവശക്തന്റെ ശബ്ദം മുഴങ്ങുകയാണ്. നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം അടിമകളായിരുന്ന് ആ ദേശക്കാരെ സേവിക്കുമെന്ന് ഓർത്തുകൊള്ളുക. 4ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. ഞാൻ നിന്റെ സന്തതിക്ക് ഹിത്യർ, യെബൂസ്യർ, പെരിസ്യർ, ഗിർഗസ്യർ, ഹിവ്യർ ഇവർ പാർക്കുന്ന ദേശത്തെ തന്നെ തന്നിരിക്കുന്നു. ഇന്ന് രാത്രി ഓർക്കുക, രക്തത്തിന്റെ കോശത്തിനകത്ത് തലമുറ മറഞ്ഞു കിടക്കുമ്പോൾ അവർ പാർക്കേണ്ട അവകാശ ഭൂമിയുടെ അതിർത്തി നിശ്ചയിച്ചവനാണ് ഞാൻ ആരാധിക്കുന്ന ദൈവമെങ്കിൽ, നിന്റെ തലമുറയുടെ മേൽ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെന്ന് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ പറയണം, ഇതൊരു സാധാരണ തിരഞ്ഞെടുപ്പല്ല, ഇതിന്റെ പുറകിൽ ദൈവശക്തി വ്യാപരിക്കുന്നു. ഗ്ലോറി, ഗ്ലോറി, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 4ാം തലമുറ എഴുന്നേൽക്കേണ്ട സമയം വന്നപ്പോൾ ഇതാ ഫറവോന്റെ മനോമണ്ഡലത്തെ സ്വാധീനിച്ച് ഒടുവിൽ സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ സർപ്പത്തിന്റെ തല തകർക്കാൻ വരും ഈ ജനറേഷനിലൂടെ എന്നറിഞ്ഞുകൊണ്ട് ആൺകുഞ്ഞുങ്ങളെ മുഴുവൻ നൈൽ നദിയിൽ വലിച്ചെറിഞ്ഞുകൊണ്ട് വംശഹത്യ വരുത്തി ഈ തലമുറയുടെ ജനറേഷനെ തകർക്കാൻ പോരാടുകയാണ്. നീ എവിടെയാണോ പദ്ധതികൾ ആസൂത്രണം ചെയ്തത്, നിന്റെ ഗൂഢാലോചനയുടെ മാഗ്ന കാർട്ട എന്ന കൊട്ടാരത്തിനകത്ത് കയറി എൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദത്ത തലമുറയെ വളർത്താൻ എൻ്റെ ദൈവം പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഇന്ന് രാത്രി ദൂത് കേൾക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ കണ്ടുകൊള്ളുക. നീ കൃപയിൽ നിൽക്കുന്ന ദൈവവൈതലാണെങ്കിൽ നിന്റെ കുടുംബത്തിൻ്റെ മുഖച്ഛായ തകർക്കാൻ വാദിക്കുന്ന ചിലതിനെ അഴിക്കാൻ എൻ്റെ ദൈവത്തിൻ്റെ കരം ഏത് വഴികളിലൂടെ ബന്ധനം ഉയർന്നോ അത് വഴികളിലൂടെ പരിഹാരത്തിൻ്റെ വഴിയൊരുക്കും. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലം അതിവേഗം മുൻപോട്ട് പോകുകയാണ്. ഇത് അടിമത്വത്തിൻ്റെ നുകങ്ങളെ കുടഞ്ഞു കളഞ്ഞ് മോശയെ ചരിത്രത്തിൽ ദൈവം രംഗത്ത് കൊണ്ടുവന്നു. അവിടെയും തകർക്കാൻ സാത്താൻ ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്തു. ദൈവം ദാവീദിനെ രംഗത്ത് കൊണ്ടുവന്നു. ദാവീദിൻ്റെ മുൻപിൽ കടിച്ചു കീറാൻ സിംഹം ഇറങ്ങിച്ചെല്ലുമ്പോൾ മനസ്സിലായി ഇത് അസാധാരണ പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ കരം ഉയർന്നാൽ അവൻ ജയിക്കില്ല, നീ മാത്രമേ ജയിക്കുകയുള്ളൂ. ആരാണ് എൻ്റെ തലയെ തകർക്കുന്നത്? അവൻ കാതോർത്ത് കാത്തു നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഘട്ടം ലോക ചരിത്രത്തിൽ സംഭവിക്കുകയാണ്. ഈ വംശത്തെ എങ്ങനെങ്കിലും ഒന്ന് നശിപ്പിച്ച് കളയണം. ഇന്ന് രാത്രി വലതുകരമൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ആ വലതുകരമൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? വേർപെട്ട ദൈവമക്കൾ ശബ്ദം ഉയർത്തി യേശുവേ എന്നൊന്ന് പറയാമോ? പോരാ,
ശബ്ദം ഉയർത്തി യേശുവേ എന്ന് പറയാമോ? ഞാൻ എൻ്റെ പ്രസംഗത്തിന് ചൂടുകൂട്ടാൻ പറഞ്ഞതല്ല. എങ്ങനെയെങ്കിലും കൃപയിൽ നിൽക്കുന്ന നിന്റെ വംശത്തെ തകർക്കണമെന്നുള്ളത് പൈശാചിക ശക്തികളുടെ പദ്ധതിയാണ്. എന്നാൽ അവൻ എത്ര പ്ലാനുകൾ തയ്യാറാക്കിയാലും എൻ്റെ ദൈവത്തിൻ്റെ കാര്യപരിപാടി മാത്രമേ വിജയിക്കത്തുള്ളൂ. ഇതിനകത്ത് പിശാചേ നിന്റെ സ്ട്രാറ്റജി വിജയിക്കില്ല. ഇതിനകത്ത് ചലിക്കുന്ന ദൈവത്തിൻ്റെ കരമാണ്. ഓ, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഹല്ലേലൂയ. കൃപ ലഭിച്ച ദൈവമക്കളെന്ന് ആത്മാവിനത് കണ്ടാട്ടെ. എൻ്റെ ദൈവത്തിൻ്റെ കരം മാത്രമേ, എൻ്റെ ദൈവത്തിൻ്റെ കരം മാത്രമേ ഇതിനകത്ത് വിജയിക്കുകയുള്ളൂ, ഇതിനകത്ത് വിജയിക്കുകയുള്ളൂ. ഞാൻ പറയട്ടെ, 400 സംവത്സരത്തിൻ്റെ ഇടവേളയുടെ ചരിത്രം മത്തായിക്കും മലാക്കിക്കും ഇടയിലുണ്ട്. ഇതിനിടയിൽ സാത്താൻ പദ്ധതികൾ തയ്യാറാക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ആ 400 വർഷത്തെ ചരിത്രം തുടങ്ങുന്ന രംഗം എസ്തേറിൻ്റെ പുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തോടു കൂടെയാണ്, പേർഷ്യൻ രാജാക്കന്മാരുടെ ഭരണത്തോടു കൂടെയാണ്. എന്ന് പറഞ്ഞാൽ കഴുകുമരം ഒരുക്കി പദ്ധതികൾ തയ്യാറാക്കി മുദ്രമോതിരം കൊണ്ട് മുദ്ര വെച്ച് ഒരു വംശത്തെ കൊന്നുമുടിക്കാൻ ഹാമാന്റെ തലച്ചോറിൻ്റെ പുറകിൽ വ്യാപരിച്ച ഈ ദുഷ്ടശക്തിയുടെ പദ്ധതി കേവലം ഒരു മൊർദെഖായി അല്ല, അവനിലൂടെ ദൈവപുത്രന്റെ വരവ് തടയാൻ പിശാച് പദ്ധതികൾ ഒരുക്കുകയാണ്. ഇന്ത്യയിൽ സുവിശേഷത്തിന്റെ ശബ്ദം നിങ്ങൾ ശുശ്രൂഷിക്കുന്ന സഭകളിലൂടെ മുഴങ്ങാതിരിക്കത്തക്ക വിധം വാഗ്ദത്ത തലമുറയെ തകർത്ത് കളയേണ്ടതിന് സംഘടനകളുടെ പുറകിൽ പോലും വ്യാപരിക്കുന്ന ദുഷ്ടശക്തികളെ ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി പറയണം, നീ എത്ര പ്രബലരാണെങ്കിലും തൊട്ടാൽ പൊള്ളത്തക്ക വിധം വ്യാപരിക്കുന്ന ഒരു കരം ഇതിന്റെ പുറകിൽ നിൽക്കുന്നുണ്ട്. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം. നിങ്ങൾ നോക്ക്, ആർക്ക് വേണ്ടി നീ കഴുകുമരം ഒരുക്കിയോ അവന്റെ കഴുത്തിലല്ല, നിന്റെ കഴുത്തിൽ ഇത് തിരിഞ്ഞ് കുരുങ്ങത്തക്ക വിധം എൻ്റെ ദൈവം ഹാമാനെ പ്രവർത്തിച്ചതിൻ്റെ കാരണം ഇതിനെതിരെ തൊട്ടാൽ ആ കളി തീക്കളിയാണേ. ഈ രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം, ഇതിനെതിരെ തൊട്ടാൽ ആ കളി സാധാരണ കളിയല്ല, ആ കളി തീക്കളിയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. കാലം വീണ്ടും മുൻപോട്ട് പോകുകയാണ്. നിങ്ങൾക്കറിയാമോ, അന്ത്യോക്യസ് എപ്പിഫാനസ് ഈ ജനതയെ വംശനാശം ചെയ്യാൻ നടത്തിയ ചരിത്രം പഠിച്ചാൽ ഈ ജനതയിലൂടെയാണ് ദൈവപുത്രൻ ജനിക്കേണ്ടത്. അതുകൊണ്ട് വംശനാശം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്രൂരത അടകല്ലിനും ചുറ്റികയ്ക്കും ഇടയിലുള്ള ഇരുമ്പ് കഷണം പോലെ ദണ്ണിപ്പിക്കപ്പെടുന്ന രംഗം നിങ്ങൾക്കറിയാമോ? സ്യൂസ് എന്ന പ്രതിമയെ കൊണ്ട് യെരൂശലേം ദൈവാലയത്തിലെ യാഗപീഠത്തിൻ്റെ മുൻപിൽ സ്ഥാപിച്ചിട്ട് ആ പ്രതിമയുടെ മുഖം അന്ത്യോക്യസ് എപ്പിഫാനസിൻ്റെ മുഖമാക്കുകയും, ഇനിയും പറയാൻ പോകുന്ന കാര്യം അല്പം ബുദ്ധിമുട്ടോടാണ് പറയുന്നതെങ്കിലും പറയട്ടെ, ആ കാലഘട്ടത്തിലെ പുരാതന ക്ഷേത്രങ്ങളുടെ അശുദ്ധി അനുസരിച്ചുള്ള ദേവദാസികളെ എന്ന് പറഞ്ഞാൽ നിയമാനുസൃത വേശ്യകളെ യെരൂശലേം ദൈവാലയത്തിൻ്റെ പരിസരങ്ങളിൽ കൊണ്ടുവന്ന് കൂട്ടമായി പാർപ്പിക്കുകയും ദൈവവചനം വെറുക്കുന്ന പന്നിയെ യെരൂശലേം ദൈവാലയത്തിൻ്റെ യാഗപീഠത്തിൽ യാഗം കഴിക്കുകയും ന്യായപ്രമാണം ചൊല്ലുന്ന വ്യക്തികളെ കഴുത്തരിഞ്ഞു കൊല്ലുകയും അഗ്രചർമ്മഛേദനം വരുത്തുന്ന അമ്മമാരുടെ കഴുത്തിൽ കുഞ്ഞുങ്ങളെ കൊന്നുകെട്ടി തൂക്കുകയും. സ്തോത്രം. നിങ്ങൾ ഓർക്കണം, ഇങ്ങനെ നീചമായ പദ്ധതികൾക്ക് പദ്ധതി ആസൂത്രണം ചെയ്ത് പുറകിൽ നിന്നവനാണ് അന്ത്യോക്യസ് എപ്പിഫാനസ്. നിങ്ങൾ ചരിത്രത്തിലൊന്ന് ചികയണം, അയാളുടെ മരണം എങ്ങനെയായിരുന്നുവെന്ന്. ഞെട്ടും നിങ്ങൾ. അസാധാരണമായി ശരീരം പുഴുക്കാൻ തുടങ്ങി, അതിൽ നിന്ന് ജീവനോടെ പുഴു പുറത്തു വരാൻ തുടങ്ങി, ആളുകൾ അടുക്കാൻ കഴിയാത്ത ദുർഗന്ധം വമിക്കാൻ തുടങ്ങി, അസ്ഥിക്ക് പുറത്തുള്ള മാംസങ്ങൾ അസാധാരണമായി അഴുകുന്ന സമയത്ത് വെള്ളം കൊണ്ട് കൊടുക്കാൻ പോലും ആളുകളില്ലാതെ മാംസം അഴുകി ഇരുന്ന് വീഴുന്ന സമയം അയാൾ ആരുടെയെങ്കിലും സഹായം തേടിയപ്പോൾ അലറിപ്പറഞ്ഞ വാചകം, ദേവാലയത്തെ തൊട്ട് കളിച്ചതാണ് എൻ്റെ ഈ ദുരന്തത്തിന് കാരണമെന്ന്. നിനക്ക് ഇന്നിത് തിരിച്ചറിയാൻ കഴിയത്തില്ലെങ്കിൽ നീ തിരിച്ചറിയുമ്പോഴേക്കും സമയം കഴിഞ്ഞിരിക്കും. എൻ്റെ ദൈവത്തിൻ്റെ കരം ചരിത്രത്തിൽ ചലിക്കുക തന്നെ ചെയ്യും. ഇതിനെ തൊട്ടവനാരും ശിക്ഷ അനുഭവിക്കാതെ പോയിട്ടില്ല. ഓ, രക്തത്താൽ ജയം ലഭിച്ച കൃപ ലഭിച്ച ദൈവമക്കൾ എത്ര പേരുമുണ്ട്? സാത്താൻ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, ആരാണ് എൻ്റെ തലയെ തകർക്കാൻ വരുന്നത്? അവൻ്റെ ഐഡന്റിറ്റി ഒന്ന് മനസ്സിലാക്കണം. അപ്പോഴിതാ മരുഭൂമി എന്നൊരു ശബ്ദം മുഴങ്ങി വരികയാണ്. 400 വർഷത്തെ ഇടക്കാല ചരിത്രം തകർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, വെട്ടിക്കിളിയും കാട്ടുതേനും ആഹരിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ ദാസൻ യോഹന്നാൻ സർപ്പസന്തതികളെ എന്ന് പറഞ്ഞാൽ കുലം വ്യക്തമാക്കിക്കൊണ്ട് പറയുകയാണ്. അവൻ്റെ അടുക്കൽ വന്ന ആളുകൾ ചോദിച്ചു, നീ
നീയാണോ വരുവാനുള്ളവൻ? ആ സർപ്പസന്തതികളെ എന്ന ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി തലയെ തകർക്കാൻ അടുത്തു കഴിഞ്ഞു, നീയാണോ വരാനുള്ളവൻ. അപ്പോൾ അവൻ പറഞ്ഞു, അല്ലല്ലല്ല, ഞാനല്ല, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാർ അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നതേ ഉള്ളൂ, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നിലും ബലമേറിയവൻ, ദൈവം അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. വീശുമുറം അവൻ്റെ കൈകളിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കും. ഗോതമ്പ് കളപ്പുരയിൽ വെച്ച്, ഓ ദൈവത്തിന് സ്തോത്രം, ഈ ദൂതിന്ന് രാത്രി മുഴങ്ങുമ്പോൾ പൈശാചിക ലോകത്തിന് പ്രകമ്പനം കൊള്ളത്തക്ക വിധം മനസ്സിലായി തല തകർക്കാൻ വരുന്നവൻ ആരാണെന്ന്. ഇവിടെ യുദ്ധപ്രഖ്യാപനത്തിൽ യുദ്ധത്തിന്റെ പടയാളി രംഗത്തിറങ്ങി. ഓ രക്തത്താൽ ജയം. ആത്മകണ്ണുകൾ ഉയർത്തി കാണുന്ന ദൈവമക്കൾ സ്തോത്രത്തോടെ പറയണം, യുദ്ധത്തിന്റെ പടയാളി രംഗത്തിറങ്ങിക്കഴിഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. ഏദൻ പറുദീസയിൽ മുഴങ്ങിയത് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്നാണ്. ഇപ്പോൾ മനസ്സിലായി ഇത് മറ്റാരുമല്ല. പെട്ടെന്ന് സ്നാനപ്പെട്ട് കയറിക്കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പറന്ന് അവന്റെ മേൽ ഇറങ്ങി. ഈ രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ചെവി തുറന്ന് കേൾക്കുക. പ്രവാചകന്മാരെ അഭിഷേകം ചെയ്യും, പുരോഹിതന്മാരെ അഭിഷേകം ചെയ്യുമ്പോൾ, രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുമ്പോൾ തൈലക്കൊമ്പിൽ നിന്ന് പകരപ്പെട്ട തൈലമാണ് വ്യാപരിച്ചിട്ടുള്ളത്. ഏലിയാവിന്റെ മേൽ വീഴുന്ന അഭിഷേകത്തിന്റെ ഇരട്ടി പങ്കിന്റെ പുതപ്പാണ് ഏലിശയുടെ മേൽ വീണത്. എന്നാൽ ഇപ്പോൾ വീഴുന്നത് പുതപ്പല്ല, ഇപ്പോൾ വീഴുന്നത് തൈലമല്ല, ഇപ്പോൾ വ്യാപരിക്കുന്നത് സ്വർഗത്തിൽ അധിവസിക്കുന്ന തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് ആളത്വപരമായി ഒരു വ്യക്തിയുടെ മേൽ ഇറങ്ങുകയാണ്. അത് മറ്റാരുമല്ല, ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേയനായ യേശുവിന്റെ മേൽ ഇറങ്ങുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. ഇന്ന് രാത്രി പറയട്ടെ, എൻ്റെ യേശു എത്ര വലിയവനാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വായടച്ചിരിക്കാൻ പറ്റില്ല. ഒടുവിൽ കാൽവറി മരണത്തിൻ്റെ സമയം അടുക്കുകയാണ്. മരണം അങ്ങോട്ടടുക്കുകയാണ്. ക്രൂശിൻ്റെ ഭാരത്താൽ സന്ധിബന്ധങ്ങൾ തകർന്ന്, കൊടും ചൂടിനാൽ ശരീരം ചുട്ടരിഞ്ഞ്, ദാഹത്താൽ സർവാംഗവും തളർന്ന് അർത്ഥപ്രാണനായി എൻ്റെ നാഥൻ ഗോൽഗോത്തയിൽ എത്തിക്കഴിഞ്ഞു. പിശാച് പൊട്ടിച്ചിരിച്ചു. 30 വെള്ളിക്കാശിൻ്റെ തിളക്കത്തിൽ ഗുരുവിനെ ഒറ്റിക്കൊടുത്തവൻ ജയിച്ചു കഴിഞ്ഞു. ഇതാ എൻ്റെ നാഥന്റെ കൈകാലുകൾ ആണിയോട് ചേർത്തടിച്ച് ഗോൽഗോത്തയിൽ കാൽവറിയിൽ ക്രാനിയോനിൽ കെട്ടിത്തൂക്കി അവൻ പിടഞ്ഞു മരിച്ചു. ഇന്ന് രാത്രി പറയട്ടെ, സാത്താന്യ ലോകം വിചാരിച്ചു കഥ തീർന്നു. എന്നാൽ അവിടെ നടന്നൊരു പ്രത്യേക രംഗത്തേക്ക് ഞാൻ ഈ അവസാന മിനിറ്റിൽ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. അവൻ്റെ വായിൽ നിന്ന് നിവർത്തിയായി എന്നൊരു ശബ്ദം പുറത്തു വന്നപ്പോൾ അവിടെ ഒരു ഭൂകമ്പമുണ്ടായി. എങ്ങനെ ഭൂകമ്പം ഉണ്ടാകുന്നത്? ഭൂമിയുടെ ഉൾക്കാമ്പിലെ ടെക്ടോണിക് പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ഇടിയുടെ മർദ്ദത്തിന്റെ പ്രകമ്പനമാണ് ഭൂകമ്പം. അങ്ങനെയാണെങ്കിൽ ആ ശബ്ദത്തിന്റെ ശക്തി വീചിക്ക പാതാളം വരെ ഇറങ്ങിച്ചെന്ന ഒരു മരണം ചരിത്രത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേയനായ യേശുവിന്റെ മരണമാണ് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ പറയട്ടെ, എൻ്റെ യേശുവിന്റെ ശരീരം വേറെ, അവൻ്റെ ആത്മാവ് വേറെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി അടുത്തിരിക്കുന്ന ദൈവമക്കളെ നോക്കിക്കൊണ്ട് പറഞ്ഞേ, നിങ്ങൾക്ക് ശരീരവുമുണ്ട്, നിങ്ങൾക്ക് ആത്മാവുമുണ്ട്. ശ്രദ്ധിക്കണേ, ശരീരം വേറെ, ആത്മാവ് വേറെ. എൻ്റെ ബാഹ്യമായി കാണാൻ കഴിയുന്ന ശരീരം വേറെ, എൻ്റെ അകത്ത് വസിക്കുന്ന ദൈവാത്മാവ് വേറെ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ആളത്വം വേറെ, എൻ്റെ ആത്മാവ് വേറെ. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ഓർക്കുക, ദൈവത്തിന് സ്തോത്രം. ജോസേഫിൻ്റെ കല്ലുകൊണ്ടുണ്ടാക്കിയ കല്ലറയ്ക്കകത്തേക്ക് ശീലകൾ ചുറ്റി എൻ്റെ യേശുവിൻ്റെ മൃതശരീരം കയറ്റിവെച്ചപ്പോൾ പാതാള പറുദീസയിലെ പ്രത്യേക ഹെഡ് ഓഫീസിൽ ഒരു ആനന്ദ നൃത്തം ഉയരുകയാണ്. പിശാച് വിചാരിച്ചു കഥ തീർന്നു, കഥ തീർന്നു. പക്ഷേ യേശുവിൻ്റെ കുഞ്ഞാട് എന്ന ശരീരഭാവമാണ് കല്ലറയിലിരിക്കുന്നത്. എന്നാൽ അവൻ്റെ അകത്തുള്ള യഹൂദ ഗോത്രത്തിൻ്റെ സിംഹം എന്ന ഭാവം സടകുടഞ്ഞെഴുന്നേറ്റു. ഇന്ന് രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളെന്ന് കണ്ടാട്ടെ, എൻ്റെ യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ ശക്തി സടകുടഞ്ഞെഴുന്നേറ്റു. പാതാളത്തിലേക്ക് ഇറങ്ങിയ രംഗം എഫേസ്യ ലേഖനകാരൻ പറയുന്നുണ്ട്. അവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗങ്ങൾക്ക് മീതെ കയറിയവനാകുന്നു. കയറി എന്നതിനാൽ അവൻ ഇറങ്ങിയെന്നും വരുന്നില്ലയോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ആത്മക്കണ്ണുകൾ കൊണ്ട് കാണണം. ഉറക്കം തൂങ്ങുന്നവർക്ക് ഇതൊന്നും കാണാൻ പറ്റില്ല. ദർശനം പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിലൊന്ന് കാണണം. അത് ആത്മലോകത്തിൽ ശരീരം കല്ലറയ്ക്കകത്തിരിക്കുന്ന സമയത്ത് ശരീരരഹിതമായി എൻ്റെ നാഥൻ കല്ലറയ്ക്കകത്ത്
നിന്ന് പാതാള പറുദീസയിൽ ദൈവത്തിന് സ്തോത്രം അത് യോന കടലാനയുടെ വയറ്റിലേക്ക് ഇരുന്നത് പോലെ യേശു ഇറങ്ങി അങ്ങോട്ട് ചെല്ലുകയാണ്. ഞാൻ വിചാരിക്കുന്നു പൈശാചിക ലോകത്തിൻ്റെ ഹെഡ് ഓഫീസിൻ്റെ കവാടങ്ങൾ അടച്ച് വിജയം ആഘോഷിച്ച് അവർ നൃത്തം ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുവരെ കാണാത്തൊരു ശബ്ദം, ഇതുവരെ കേൾക്കാത്തൊരു ശബ്ദം അവൻ്റെ കവാടങ്ങളിൽ മുഴങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ച് പിശാച് നോക്കിയപ്പോൾ നിങ്ങൾ ഇന്ന് രാത്രി ഇരുന്ന് ഉറങ്ങുന്നത് പോലല്ല, ദർശനം പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ കാണണം. പിശാചിന് മനസ്സിലായി ഇത്രയും നാൾ ഇല്ലാത്ത ഒരു ശബ്ദമാണിത്, ഇത്രയും നാൾ വെളിപ്പെടാത്ത ഒരു ശക്തിയാണിത്. ഇത് മറ്റാരുമല്ല, ഏതൻ കവാടത്തിൽ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്ന് വിളിച്ചു പറഞ്ഞ ദൈവപുത്രൻ തന്നെ യഹൂദ ഗോത്രത്തിന്റെ ബാലസിംഹമായി തല തകർക്കാൻ എത്തിയിട്ട് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായവരെ വിടുവിപ്പാൻ, തന്റെ മരണത്തെ കൊണ്ട് മരണത്തിന് മരണമേർപ്പെടുത്താൻ സകല ഇരുട്ടിന്റെ ശക്തികളെയും സകല അന്യായ ബന്ധനങ്ങളെയും സകല ശാപത്തിന്റെ കെട്ടുകളെയും ചില പൈശാചിക വ്യാപാരങ്ങളെയും ചില മാരക വിപത്തുകളെയും ആത്മാവിൽ ബന്ധിക്കാൻ പിശാചിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ആത്മാവിൽ ഇറങ്ങിച്ചെല്ലുന്ന കാഴ്ച തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി പറയണം, അവിടെ ജയം നടക്കാൻ തുടങ്ങുകയാണ്. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. നിങ്ങൾക്കറിയാമോ, അവരോഹണ ക്രമത്തിൽ അധികാരം പങ്കുവെച്ചുകൊണ്ട് ഈ പ്രകൃതിയെ ഭരിക്കുന്ന പൈശാചിക ശക്തികൾ ഇവിടെയുണ്ട് എന്ന് വിശുദ്ധ തിരുവെഴുത്ത് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രധാന ഹെഡ് ഓഫീസ് താഴെ പാതാളത്തിലുണ്ട്. അതുകൊണ്ട് വെളിപ്പാട് 17 പറയുന്നു, വരാൻ പോകുന്ന എതിർ ക്രിസ്തുവിനെ കുറിച്ച്, അവൻ അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നവനുമാകുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ എതിർ ക്രിസ്തു എന്ന ആളത്വത്തിൻ്റെ മേൽ വ്യാപരിക്കേണ്ട പൈശാചിക ശക്തി അതിൻ്റെ പൂർണ്ണതയിൽ പാതാളത്തിൽ നിൽക്കുന്നുണ്ട്. അവൻ ഉൾപ്പെടെയുള്ള സാത്താന്യ ശക്തികളുടെ മേഖലയിലേക്ക് എൻ്റെ രക്ഷകൻ എത്തിച്ചേർന്നതോടെ ലോകത്തിലെ സകല മേഖലകളെയും അടക്കി വാഴുന്ന സാത്താന്യ കിങ്കരന്മാർ ഒന്നിച്ചാലോചിച്ചു കൊണ്ടിരിക്കുന്ന ഇടത്ത്, ഹേ പിശാചേ, ഏതനിൽ മനുഷ്യനെ വഞ്ചിച്ച് നീ കൈവശമാക്കിയ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ നിന്റെ കൈകളിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന ആഹ്വാനത്തോടെ അവൻ്റെ തല തകർത്ത്, വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ആത്മാവിൽ പറയണം, അവൻ്റെ തല തകർത്ത്. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു തന്നെ കർത്താവെന്ന് പിതാവിൻ്റെ മഹിമയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരുമെങ്കിൽ അവൻ്റെ തല തകർത്ത് എൻ്റെ രക്ഷകൻ മുകളിലോട്ട് കയറി. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. തിരിച്ചറിയുന്ന ദൈവമക്കൾ എത്ര പേര് ഇവിടെയുണ്ട്? തിരിച്ചറിയുന്ന ദൈവമക്കൾ എത്ര പേര് ഇവിടെയുണ്ട്? തൻ്റെ പുനരുത്ഥാന ശരീരത്തോടുകൂടെ തൻ 40 നാളോളം അവരോടൊപ്പം സഞ്ചരിച്ചതിന് ശേഷം വാതക സഞ്ചയമല്ല, വായു വ്യൂഹമല്ല, വറുത്ത മീനും തേൻകട്ടയും വായിൽ വെച്ച് ചവച്ചരച്ച് കഴിക്കത്തക്ക വിധത്തിൽ, സ്ത്രീകൾ കാൽ പിടിച്ച് നമസ്കരിക്കത്തക്ക വിധത്തിൽ, തോമസ് മുറിവിൽ സ്പർശിക്കത്തക്ക വിധത്തിൽ ആളത്വ ശരീരത്തോടെ എൻ്റെ രക്ഷകൻ അവരോടൊപ്പം തോളോട് തോൾ ഉരുമി നീങ്ങിയിട്ട് അതേ മലയുടെ മുകളിലോട്ട് എന്നിട്ട് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഞാനൊരു അധികാരം കൈമാറ്റം ചെയ്യാൻ തുടങ്ങുകയാണ്. ഇന്ന് രാത്രി ഒരിക്കലും പുറത്തു വരാതിരിക്കത്തക്ക വിധം നിന്റെ കുടുംബത്തെ അടിമപ്പെടുത്തി വച്ചിരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ തകർത്ത് അതിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരേണ്ടതിന് ദൈവാധികാരം ഈ ഗ്രൗണ്ടിൽ ആത്മമണ്ഡലത്തിൽ ചലിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. അതിന്ന് രാത്രി ശരീരത്തിന്മേലാകട്ടെ, അത് ബലഹീന ശരീരത്തെ ബന്ധിക്കുന്ന രോഗത്തിന്റെ കെട്ടുകളാകട്ടെ, യേശുവിന്റെ നാമത്തിൽ സ്വർഗം അതിനെ അഴിച്ചു മാറ്റുന്ന രാത്രിയാണ്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ നിയോഗമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. മറ്റുള്ളവരെ ശ്രദ്ധിക്കേണ്ട, നിങ്ങളുടെ നാവിൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിന്റെ ശക്തി ആത്മാവിൽ പ്രതിഫലിക്കട്ടെ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. സുന്ദരമെന്ന ദേവാലയ ഗോപുരവാതിക്കൽ ഇരിക്കുന്ന മുടൻ തന്നെ നേരെ വിരൽ ചൂണ്ടിയിട്ട്, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു, യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോൾ അവന്റെ ചെവിത്തടത്തിൽ വീണ ശബ്ദം, അവന്റെ ചെവിത്തടത്തിൽ വീണ യേശുവെന്ന വാക്ക് അവന്റെ ശരീര കോശങ്ങൾക്കകത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവന്റെ കാലുകളെ ബലഹീനമാക്കിയ നേർവ സിസ്റ്റത്തെ തകർത്ത ബന്ധനത്തെ അഴിച്ചു മാറ്റി അവനെ തുള്ളിച്ചാടുമാർ
ആക്കിയെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ വിശ്വസിക്കുന്ന നിന്റെ ശരീരത്തെ വർഷങ്ങളായി ബന്ധിച്ചിരിക്കുന്ന നിന്റെ തലമുറകൾക്ക് പുറത്തു വരാൻ കഴിയാത്ത വിധത്തിൽ പരമ്പരാഗതമായി ശാപത്തിന്റെ നിഴൽ ബന്ധിച്ചിരിക്കുന്ന ചില ഇരുട്ടിന്റെ ശക്തികളെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം അതിനെ അഴിച്ചു മാറ്റുമെന്ന് ആത്മാവിൽ ബോധ്യമുള്ള ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ദൂതന്മാർ ഈ ഗ്രൗണ്ടിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ആരാധിക്കുന്ന ദൈവമക്കൾ ആത്മ കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ നിങ്ങൾ വിശ്വാസത്തിന്റെ ദൃഷ്ടികൾ കൊണ്ട് കാണുക. ദൈവത്തിന്റെ ദൂതന്മാർ ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ആ ദൂതന്റെ രണ്ട് കൈയും വേണ്ട പിശാചിനെ ബന്ധിക്കാൻ. അവന്റെ ഒറ്റ കൈ മാത്രം മതി പിശാചിനെ ബന്ധിക്കാൻ. ഒരു കൈയിൽ ചങ്ങലയും മറ്റേ കൈ കൊണ്ട് അവനെ കെട്ടത്തക്ക വിധത്തിൽ ഒരു അസാധാരണ അധികാരമാണ് ദൂതന്മാരുടെ പുറകിൽ വ്യാപരിക്കുന്നതെങ്കിൽ അവരൊക്കെയും രക്ഷ പ്രാപിപ്പാൻ ഉള്ളവർക്ക് ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളാണെങ്കിൽ അവന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ഞങ്ങൾ ഇന്ന് രാത്രി അധികാരത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ശരീരങ്ങൾക്കകത്ത് വർഷങ്ങൾ പഴകിയ ചില ആധിപത്യങ്ങളുടെ കെട്ടുകൾ നിത്യ നരകത്തിലേക്ക് നിന്നെ വലിച്ചിഴക്കത്തക്ക വിധം നിന്റെ തലച്ചോറിന്റെ ഘടനകളെ പോലും സ്വാധീനിച്ചിരിക്കുന്ന ചില പൈശാചിക വ്യാപാരങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് നടുവിൽ ആത്മമണ്ഡലത്തിൽ അഴിഞ്ഞു മാറിയിട്ട് ഇന്ന് രാത്രി വൈദ്യശാസ്ത്രത്തിന് കഴിയാത്തത്, മെഡിക്കൽ കോളേജിന് കഴിയാത്തത് നിന്റെ ദൈവത്തിന്റെ കരത്താൽ ശരീരത്തിൽ നടക്കുമെന്ന് ബോധ്യമുള്ളവർ ഗ്ലോറി 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 പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. എല്ലാം നാവിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ മൗനമായിരിക്കരുത്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ നിയോഗമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. ദൈവ തേജസ്സിന്റെ കരം ചില വ്യക്തികളെ തൊടുകയാണ്. യേശുവിന്റെ കരം ചില വ്യക്തികളെ ഇന്ന് രാത്രി തൊടുകയാണ്. അവന്റെ കരം ഈ രാത്രിയിലെ വ്യക്തികളെ തൊടുകയാണ്. അസാധാരണ ബലം നിന്റെ മേൽ വ്യാപരിക്കുന്നു. അസാധാരണമായ ദൈവപ്രവൃത്തി നിന്റെ മേൽ വ്യാപരിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി കൊതിക്കുന്ന ദൈവമക്കൾ ഒന്നിച്ച് പ്രാർത്ഥിക്കട്ടെ. തലയിൽ മുൾമുടി അണിഞ്ഞവനായി, മുഖത്തെ രോമങ്ങൾ വലിച്ചു പറിക്കപ്പെട്ടവനായി, വിലാവ് കുത്തി പിളർക്കപ്പെട്ടവനായി, ആപാത ചൂടം ചുടുനമൊഴുക്കിക്കൊണ്ട് അർത്ഥപ്രാണനായി, അർത്ഥനഗ്നനായി കാൽവറിയിൽ പിടഞ്ഞു മരിച്ച യേശുവിന്റെ രക്തത്തിന്റെ ശക്തി നിത്യ നരകത്തിന്റെ ബന്ധനത്തിൽ ശാപത്തിന് അടിമയാകേണ്ട എൻ്റെ മേൽ ഇന്ന് രാത്രി വ്യാപരിക്കുമ്പോൾ ആ കെട്ടഴിഞ്ഞ് ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ സ്വതന്ത്രനാകുന്നു എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ശബ്ദമുയർത്തി പറയണം. ഏതെന്റെ കവാടത്തിൽ യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടു. രക്തത്താൽ ജയം പറഞ്ഞാട്ടെ. ഓരോ വ്യക്തികളും ഇത് പറഞ്ഞുകൊണ്ട് ആരാധിക്കണം. ഏതെന്റെ കവാടത്തിൽ യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടു. യോർദാന്റെ തീരത്ത് നേതാവ് വെളിപ്പെട്ടു. മരുഭൂമിയിൽ സാത്താനെ നേരിട്ട് പരാജയപ്പെടുത്തി. കാൽവറിയിൽ അവന്റെ തല തകർത്തു. ഇന്ന് രാത്രി പ്രസംഗത്തിന് നടുവിൽ ഞങ്ങൾ ആ ജയം ആഘോഷിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ചില ബന്ധനങ്ങൾ ചില ശരീരങ്ങൾക്കകത്തു നിന്ന് ആത്മതലത്തിൽ അഴിയട്ടെ. ഗ്ലോറി 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 ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളുടെ നാവിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഏതെന്റെ കവാടത്തിൽ യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടു. രക്തത്താൽ ജയം. യോർദാന്റെ തീരത്ത് രക്ഷകൻ വെളിപ്പെട്ടു. മരുഭൂമിയിൽ അവന്റെ മേൽ ജയമെടുത്തു. കാൽവറിയിൽ അവന്റെ തല തകർത്തു. ഇന്ന് രാത്രി ഞങ്ങൾ ആ ജയം ആഘോഷിക്കുകയാണ്. ഈ രാത്രി ദൈവത്തിന്റെ ദൂതന്മാർ ഈ മണ്ഡലത്തിൽ പറന്നിറങ്ങിയിട്ടുണ്ട്. എല്ലാ ദൈവമക്കളും രണ്ട് കരങ്ങൾ കർത്താവിങ്കിലും ഉയർത്തിപ്പിടിച്ചേ. എല്ലാ പ്രിയപ്പെട്ട രണ്ട് കരങ്ങളും പോരാ, ലജ്ജ കൂടാതെ രണ്ട് കരങ്ങളും കർത്താവിങ്കിലും ഉയർത്തിപ്പിടിച്ചേ. ഇന്ന് രാത്രി എൻ്റെ മേൽ ഒരു അസാധാരണ ജയം എനിക്ക് തരണമേ കർത്താവേ എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി യേശുവേ എന്നൊന്ന് പറഞ്ഞേ.
ലജ്ജ വേണ്ട, ലജ്ജ വേണ്ട. നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചിലത് നിന്റെ കുടുംബത്തിനകത്ത് നിഴൽ പോരാട്ടം നടത്തുകയാണ്. ഗ്രഹിക്കാൻ കഴിയാത്ത ചില പിന്തുടർച്ചകളാണ് കുടുംബത്തിന്മേൽ ഇന്ന് രാത്രി ആധിപത്യം പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അസാധാരണമായത് ചിലത് ഭവനങ്ങളിൽ നടന്നു തുടങ്ങിയാൽ നീ മൗനമായിരിക്കരുത്. ഇന്ന് രാത്രി ലക്ഷണം കാണുമ്പോൾ തന്നെ ആത്മാവിൽ ജയമെടുക്കണം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ചില ഭവനങ്ങളെ അവൻ അടക്കി വാഴുന്നുണ്ട്. അവൻ്റെ കെട്ടുകളെ അഴിച്ചു മാറ്റാൻ യേശുവിൻ്റെ കരത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ചില തറവാടുകളുടെ മേൽ ആധിപത്യം പുലർത്തുന്നുണ്ട്. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, ചില വീടുകളുടെ പ്രശ്നങ്ങളെ നിങ്ങളൊന്ന് വിലയിരുത്തിക്കേ. ദൈവദാസന്മാരെല്ലാവരും എന്നോടൊപ്പം ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഈ സ്റ്റേജിൽ രക്തത്താൽ ജയം. എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളെ കണ്ണുകൾ ഉയർത്തി തുറന്ന് നിങ്ങൾ രണ്ട് കരങ്ങൾ ഉയർത്തി വേഗമൊന്ന് എഴുന്നേറ്റാട്ടെ. നിങ്ങളെ രണ്ട് കണ്ണുകളും തുറന്ന് ആ കരങ്ങളൊന്ന് ഉയർത്തി വേഗമൊന്ന് എഴുന്നേറ്റാട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം, നമുക്കറിയാം നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ കുടുംബം. ഫിറോസ് ഗാന്ധി 48-ാമത്തെ വയസ്സിൽ ഹൃദയാഘാതത്താൽ മരിച്ചു. നമുക്കറിയാം മൂത്ത മകൻ ഹെലികോപ്റ്റർ ആക്രമണത്തിൽ ചിതറി വീണ് മരിച്ചു. ഇളയ മകൻ പെരുമ്പത്തൂരിൽ വെച്ച് പുലി ആക്രമണത്തിൽ ചിതറി വീണ് മരിച്ചു. അമ്മ സ്തോത്രം പെരുമ്പത്തെ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ അംഗരക്ഷകരുടെ വെടിയേറ്റ് രക്തത്തിൽ കുളിച്ചു മരിച്ചു. അപ്പൻ അകാലത്തിൽ മരിച്ചു. 2 മക്കൾ അകാലത്തിൽ മരിച്ചു. ചില കുടുംബങ്ങൾക്കകത്ത് വാഴുന്ന ചില ബന്ധനങ്ങളുണ്ട്. അത് തലമുറകളുടെ മേൽ വരുത്തുന്ന ശക്തികൾ ഭീകരമാണ്. എന്നാൽ ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ ആ 2 കൈകളും ഉയർത്തി പിടിച്ചുകൊണ്ട് യേശുവേ, ലജ്ജ വേണ്ട കേട്ടോ, ലജ്ജ വേണ്ട, യേശുവേ എന്നിന്ന് രാത്രി വിളിച്ച് പിശാചിന്റെ തലയെ കാൽവറിയിൽ തകർത്തവന്റെ നാമം നാവ് കൊണ്ട് ഉച്ചരിക്കുമ്പോൾ അതിന്ന് രാത്രി വിട്ടുമാറുമെന്ന ബോധ്യത്തോടെ ആ 2 കൈകളും ഉയർത്തിപ്പിടിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രാർത്ഥന ഉയരട്ടെ, പ്രാർത്ഥന ഉയരട്ടെ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവിക വിടുതൽ അത് അടയാളത്തോടെ എൻ്റെ ശരീരത്തിൻ്റെ കോശങ്ങളുടെ മേൽ ഇന്ന് രാത്രി വ്യാപരിക്കണമെന്ന് ആത്മാവിൽ കൊതിക്കുന്ന ദൈവമക്കൾ ആ 2 കൈകളും ഉയർത്തി പിടിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് മാത്രം കണ്ണുകൾ ഉയർത്തി ഈ രാത്രി ജയത്തിനായി പ്രാർത്ഥിച്ചു തുടങ്ങുക. ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത് സാധാരണക്കാരനെയല്ല, മനുഷ്യ കുലത്തിലുള്ള സകലരും സ്തോത്രം അപ്പരിൽ നിന്ന് ജനിച്ചപ്പോൾ, ശ്രദ്ധിച്ചു കേൾക്കണം, മനുഷ്യ കുലത്തിലുള്ള സകലരും അപ്പരിൽ നിന്ന് ജനിച്ചപ്പോൾ അപ്പന്റെ രക്തത്തിന്റെ ക്രോമോസോമുകൾ ഇല്ലാതെ സ്ത്രീയുടെ ഗർഭപാത്രത്തിനകത്തു നിന്ന് ദൈവത്തിന്റെ പിതൃത്വത്തിൽ ജനിച്ച ഒരുവനുണ്ടെങ്കിൽ അതിന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രയനായ യേശു അല്ലാതെ ഒരുത്തനുമില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി പറയണം, അവൻ വന്നത് സൈറ്റ് സീയിങ്ങനല്ല, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായെങ്കിൽ അവന്റെ ശക്തി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നു. ഗ്ലോറി, 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 ഹല്ലേലൂയ. ആ 2 കൈകളും നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ച് ഈ രാത്രി നിൽക്കുന്ന നിൽപ്പിൽ ഹൃദയംഗമമായി പ്രാർത്ഥിക്കുക. എൻ്റെ വിഷയത്തിൽ യേശു പരിഹാരകനാകണം. ഇതുപോലെ വേദനിക്കുന്ന ഒരു വിഷയവുമായി ദൈവദാസനെ ഞാനിവിടെ വന്നു. ഇന്ന് രാത്രി വിടുതൽ എനിക്ക് അനിവാര്യമാണ്. എനിക്ക് പ്രാർത്ഥന വേണം എന്ന് കൊതിക്കുന്നെങ്കിൽ നിൽക്കുന്ന നിൽപ്പിൽ നിങ്ങളുടെ വലതുകരം ഉയർത്തിപ്പിടിച്ചാട്ടെ. ഈ രാത്രി ദൈവിക വിടുതലിനായി എൻ്റെ ഉള്ളം തുടിക്കുന്നു. എനിക്ക് പ്രാർത്ഥന വേണം ദൈവദാസ എന്ന് കൊതിക്കുന്നവർ ആ വലതുകരം ഉയർത്തിപ്പിടിക്കുക. ദൈവദാസന്മാരായി ഞങ്ങൾ നിങ്ങൾക്ക് നേരെ കരം ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ദൈവപ്രവൃത്തിയുടെ വിടുതൽ ഞങ്ങളുടെ രക്ഷകന്റെ കരസ്പർശനത്താൽ ഈ ഉയർന്നു നിൽക്കുന്ന കരങ്ങളുടെ മേൽ അസാധാരണമായി സംഭവിക്കട്ടെ. നിയമരക്തത്താൽ ഞങ്ങൾ ഇതുവർക്കായി വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്തുന്നു. പഴയ പാമ്പിന്റെ തലയെ തകർത്ത ആ ആളത്വത്തെ ബന്ധിക്കാൻ കഴിവുള്ള യേശുവിന്റെ കരത്തിൽ ഈ ജനത്തെ സ്തോത്രത്തോടെ കൈമാറുന്നു.